നമസ്കാരം. 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദമെന്ന് ചിക്കാഗോ തെരുവിൽ നിന്ന് ഉയർന്നു കേട്ട വിമോചന മുദ്രാവാക്യമാണ് പിന്നീട് ലോകമാകെയുള്ള തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് ഊർജം പകർന്നത്. ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾ ചോരയും നീരും കൊടുത്ത് നേടിയെടുത്ത അവകാശങ്ങളാണ് ലേബർ കോഡ് എന്ന പേരിൽ ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന മോദി ഭരണകൂടം കവർന്നെടുക്കുന്നത്. കോർപ്പറേറ്റുകൾക്ക് പാദസേവ ചെയ്തും തൊഴിലാളികളെ പുതിയ കാലത്തെ കങ്കാണിമാർക്ക് മുന്നിൽ കാഴ്ചവെച്ചുമുള്ള മോദി ഭരണകൂടത്തിൻ്റെ നെറുകേടുകൾക്കെതിരെ വലിയ പ്രതിഷേധ സ്വരമാണ് ഇന്ന് രാജ്യമാകെ ഉയർന്നു കേട്ടത്. ഭിന്നിപ്പിൻ്റെയും വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെയും മൊത്തക്കച്ചവടക്കാർ രാജ്യം ഭരിക്കുമ്പോൾ തൊഴിലാളികളുടെ ജീവിതവും ചവിട്ടി അരക്കപ്പെടുക തന്നെ ചെയ്യും. വലിയ പോരാട്ടങ്ങളുടെയും ചെറുത്തുനിൽപ്പിൻ്റെയും സംഘടിക്കലിൻ്റെയും നാളുകളാണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ കാത്തിരിക്കുന്നത്. ഒറ്റിക്കൊടുക്കുന്നവരെ കൂടി തിരിച്ചറിഞ്ഞ് പുതിയ സമരമുഖങ്ങൾ തുറക്കേണ്ട ചരിത്ര ദൗത്യം കൂടിയാണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന് മുന്നിലുള്ളത്. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CITU നേതാവ് KN ഗോപിനാഥ്, കോൺഗ്രസ് നേതാവ് റോണി കെ ബേബി, BJP നേതാവ് S നന്ദു, സാമ്പത്തിക വിദഗ്ധൻ S മോഹൻകുമാർ എന്നിവരാണ്. എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ചയിലേക്ക്. ശ്രീ KN ഗോപിനാഥ്, ഒരുപക്ഷെ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു പ്രതിഷേധ സമരം ഇന്ന് നമ്മൾ കാണുകയുണ്ടായി. ലേബർ കോഡ് എന്ന പേരിൽ മോദി ഭരണകൂടം കൊണ്ടുവന്ന ആ കിരാത നിയമം, അതിൻ്റെ ശരിയായ വശങ്ങൾ തിരിച്ചറിയുന്നതിൽ രാജ്യത്തെ തൊഴിലാളികൾ പ്രാപ്തരായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെ ഉയരുകയാണ്. ഇപ്പോൾ ഞങ്ങളുൾപ്പെടെ ജോലി ചെയ്യുന്ന മാധ്യമ മേഖലയിലടക്കം ലേബർ കോഡ് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന തരത്തിൽ ചർച്ചകൾ പോസിറ്റീവായി കൊണ്ടുവരികയും ചെയ്യുന്നു. മാധ്യമങ്ങളാണ് ഒരുപക്ഷേ ഈ ലേബർ കോഡിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നു നൽകേണ്ടത്. പക്ഷേ ആ മാധ്യമങ്ങൾ വരെ ഈ ലേബർ കോഡിനെ കുറിച്ച് വളരെ പ്രകീർത്തിച്ച് സംസാരിക്കുമ്പോൾ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന തൊഴിലാളികൾ ഇതിന് പ്രാപ്തരായിട്ടുണ്ടോ, മനസ്സിലായിട്ടുണ്ടോ? ഈ ലേബർ കോഡ് സമരമുഖം വലിയ തരത്തിൽ തുറക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ലേബർ കോഡ് സംബന്ധിച്ച് 2019 തന്നെ ഗവൺമെൻറ് ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ദേശീയ ട്രേഡ് യൂണിയനുകളെല്ലാവരും തന്നെ 11 സെൻട്രൽ ട്രേഡ് യൂണിയനുകളുണ്ട്, അത് BMS ഉൾപ്പെടെ എല്ലാ ട്രേഡ് യൂണിയനുകളും ഇത് സംബന്ധിച്ച് സീരിയസ് ആയിട്ട് മനസ്സിലാക്കുകയും കേന്ദ്ര ഗവൺമെൻറ് മുമ്പിൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയും ട്രേഡ് യൂണിയനുകളുമായിട്ട് ഇത് ചർച്ച ചെയ്യണം. അതേപോലെ ഇതുപോലെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സമ്പൂർണ്ണമായിട്ടുള്ള അഴിച്ചുപണി നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുമ്പോൾ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് വിളിച്ച് ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യവും ഉന്നയിച്ചു. അത് 2015 ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് ചേർന്നത്. അതിൻ്റെ അർത്ഥം BJP ഗവൺമെൻറ്റോ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യൻ ലേബർ കോൺഫറൻസ് വിളിച്ചിട്ടേയില്ല. BMSുമായിട്ട് അവരിടയ്ക്കിടയ്ക്കൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് മറ്റ് ട്രേഡ് യൂണിയനുകളെ എല്ലാം അവഗണിച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഒരു ഹിഡൻ അജണ്ട പോലെ നടപ്പാക്കുകയാണ്. ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായി ഇപ്പോൾ കൊണ്ടുവന്ന ഈ 4 ലേബർ കോഡുകളും വാസ്തവത്തിൽ ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് വരെ പെൻഡിങ്ങിൽ വച്ചിരിക്കുകയായിരുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ആഹ്ലാദപൂർവ്വം വലിയൊരു വിജയം, അതിൻ്റെ സംഭാവന SIR ഒക്കെയാണ്, ഞാനൊരു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിൻ്റെ ഭാഗമായി അവസരം മുതലാക്കിക്കൊണ്ട് എന്ത് കൊള്ളരുതായ്മ ചെയ്താലും ജനങ്ങൾ സഹിച്ചോളും എന്നുള്ള അടിസ്ഥാനത്തിലാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമായി അവർ നേരത്തെ ഓങ്ങി വച്ചിരുന്ന ഈ ലേബർ കോഡുകൾ, തൊഴിലാളി വിരുദ്ധ നിയമ ഭേദഗതികൾ വളരെ പൊടുന്നനെ ഒരു ചർച്ചയും കൂടാതെ നടപ്പാക്കിയിട്ടുള്ളത്. അത് ഒരു വിജ്ഞാപനം മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ ട്രേഡ് യൂണിയൻ സംഘടനകൾ ഈ ലേബർ കോഡിൻ്റെ എല്ലാ വിശദാംശങ്ങളും നന്നായി ചർച്ച ചെയ്ത് നിലവിലുള്ള 29 നിയമങ്ങളുടെ സാധ്യതകൾ എന്താണ്, അതിൻ്റെ പരിമിതികൾ എന്താണ്, അത് 4 ലേബർ കോഡുകളായി പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം എന്താണ്, ഏതെല്ലാം നിയമങ്ങളാണ് സപ്രസ് ചെയ്ത് ഈ പുതിയ ലേബർ കോഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്, അതെല്ലാം എങ്ങനെ വീണ്ടെടുക്കാൻ കഴിയും, എന്തെല്ലാം തിരിച്ചടിയാണ് എന്നുള്ളതെല്ലാം പരിശോധിച്ചുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ എല്ലാ വകുപ്പുകളും തന്നെ ലേബർ കോഡിലെ പുതിയ എല്ലാ വകുപ്പുകളും തന്നെ, അത് വേജ് കോഡിലെ ആണെങ്കിലും അത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിലെ ആണെങ്കിലും അത് ഫാക്ടറീസ് ആക്ടിന് പകരമായി കൊണ്ടുവന്ന ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്ന കോഡിലാണെങ്കിലും സോഷ്യൽ സെക്യൂരിറ്റി കോഡിലാണെങ്കിലും എല്ലാം തൊഴിലാളി വിരുദ്ധമാണ് അതിനകത്ത് പ്രധാനമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ ഏതാണ്ട് 75% വരുന്ന ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിൻ്റെ പരിധിയിൽ നിന്ന് എടുത്തു കളയുക, അതാണ് ഗവൺമെൻറ് ലക്ഷ്യമാക്കുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് തൊഴിലാളികൾ ആരും എതിരല്ല.
ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ കഴിയുകയുള്ളൂ എന്നുള്ള നിലയിൽ കൂലിക്ക് വേണ്ടിയും ബോണസിന് വേണ്ടിയും ഒക്കെ സമരം ചെയ്യുന്നതോടൊപ്പം നയങ്ങൾക്കെതിരായി വ്യവസായത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പൊതുമേഖലാ സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ തൊഴിലാളി സംഘടനകൾ സമരം ചെയ്യുന്നവർ. അവരൊരു കാരണവശാലും ഇൻവെസ്റ്റ്മെൻറ്റിനെതിരല്ല. അതുകൊണ്ട് ആ തൊഴിലാളികളാണ് ഇതിന് കുറ്റക്കാരെന്ന് പറഞ്ഞ് ഏതോ കോർപ്പറേറ്റ് മുതലാളിമാർ ഇതിനു വേണ്ടി കച്ചകെട്ടിയിരിക്കുമ്പോൾ അവരുടെ താല്പര്യം പരിഗണിച്ചുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ളൊരു നീക്കം ഗവൺമെൻറ് വളരെ പെട്ടെന്ന് നടപ്പാക്കിയിട്ടുള്ളത്. 4 പണിമുടക്കുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലാളി സംഘടനകൾ നടത്തി. കർഷക മോർച്ച പൂർണ്ണമായി ഈ പണിമുടക്കിനെ പിന്തുണച്ചു. അവരും കൂടി ചേരുമ്പോൾ 25 കോടി തൊഴിലാളികൾ പ്രതികരിച്ചിട്ടും ഗവൺമെൻറ് അതിനൊന്നും ഒരു പരിഗണനയും നൽകാതെ ഇത്തരത്തിലുള്ള നടപടി നീക്കിയിട്ട് ഇത് ചരിത്രപരമായ നേട്ടം എന്നുള്ള നിലയിൽ വിശേഷിപ്പിച്ചുകൊണ്ട് ഇത് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം വാസ്തവത്തിൽ ലജ്ജാകരമാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ കാര്യത്തിലുണ്ടാവും, യാതൊരു സംശയവുമില്ല. ഞങ്ങൾ പ്രതിഷേധം വീണ്ടും ആരംഭിക്കുകയാണ്. ഇനി അനിശ്ചിതകാല പണിമുടക്കിലേക്ക് അടക്കം ദേശീയാടിസ്ഥാനത്തിൽ പോകുന്ന വിധത്തിൽ ട്രേഡ് യൂണിയനുകൾ സജ്ജമാകാതെ വേറൊരു മാർഗവുമില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ചെന്നെത്തിയത്. ശരി, ശ്രീ നന്ദു, ഒരുപക്ഷെ ഇതിൽ ഈ ലേബർ കോഡ് കൊണ്ടുവന്നപ്പോൾ ഏറ്റവും പ്രധാന വിമർശനം ആദ്യം വന്നത് ലേബർ കോഡിൻ്റെ കോഡിലെ 4 കോഡുകളിലേക്ക് പോകുന്നതിന് മുമ്പ് പാർലമെൻറ്റിൽ പോലും ചർച്ച ചെയ്യാതെ എന്തിന് ഈ നിയമം കൊണ്ടുവന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. നേരത്തെ KN ഗോപിനാഥ് ചൂണ്ടിക്കാട്ടിയതുപോലെ ലേബർ കോൺഗ്രസ് സംഘടിപ്പിച്ചോ, രാജ്യത്ത് നിലവിലിരുന്ന പല വ്യവസ്ഥകളും പാലിച്ചുകൊണ്ടാണോ ഈ ലേബർ കോഡ് കൊണ്ടുവന്നത്? ഈ ലേബർ കോഡിൽ ആദ്യം ഉന്നയിക്കുന്ന പ്രശ്നം ഇത് തന്നെയാണ്. നിങ്ങൾക്ക് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാൻ എന്തായിരുന്നു പ്രശ്നം? ഈ നിയമം, ഈ കോഡ് ആദ്യം കൊണ്ടുവരുമ്പോൾ എനിക്ക് തോന്നുന്നത് BMS അടക്കം ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചു. പിന്നീട് അവർ നിലപാട് മാറ്റുകയായിരുന്നു. അവർക്കും അറിയാം കാര്യം എന്താണെന്നുള്ള പ്രശ്നം. തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതാണ്. BMSന് സ്വാഭാവികമായും നിലപാടെടുക്കേണ്ടി വരുന്നത് നമുക്കറിയാം എന്താണെന്നുള്ള കാര്യത്തിൽ. എന്തിനാണ് നിങ്ങൾ പാർലമെൻറ്റിൽ പോലും ചർച്ച ചെയ്യാതെ കോഡ് കൊണ്ടുവന്നത്? ഇതിനകത്ത് താങ്കൾ ആദ്യം താങ്കളുടെ ഇൻട്രോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, മാധ്യമങ്ങൾ പോലും ഈ ബില്ലിനെ പ്രകീർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് താങ്കൾ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളുടെ മാധ്യമം പ്രകീർത്തിച്ചില്ലെങ്കിലും മറ്റ് BJP വിരുദ്ധ മാധ്യമങ്ങളെല്ലാം ഈ ബില്ലിനെ പ്രകീർത്തിക്കുന്നുണ്ട് എങ്കിൽ അതിനകത്ത് കാര്യമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് എന്ന് താങ്കൾക്കും ബോധ്യമുണ്ട്, എനിക്കും ബോധ്യമുണ്ട്, നാട്ടുകാർക്കും ബോധ്യമുണ്ട്. ഒരു കാര്യമേ ഉള്ളൂ, ഇതിനകത്ത് ഇപ്പോൾ CITUവിൻ്റെ നേതാവ് അദ്ദേഹം ഒന്നും തന്നെ ഈ കോഡ് കൊണ്ടുണ്ടാവുന്ന ഗുണങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്ത് നഷ്ടങ്ങൾ എന്ത് എന്ന് വേർതിരിച്ച് പറയാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. സാധാരണ നമ്മളൊരു ഇങ്ങനത്തെ ഒരു ഡിബേറ്റിലിരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഗുണവശങ്ങൾ ഇതാണ്, എന്നാൽ ഇതിൻ്റെ ദോഷവശങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് പറയണം. പക്ഷേ ഇതിനകത്ത് സത്യത്തിൽ ഈ പറയുന്ന ചില മുതലാളിത്ത തൊഴിലാളി സംഘടനകൾക്കാണ് ഈ തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർ ദുസ്വപ്നം കാണുമ്പോൾ ഇവിടെ സ്ഥാപനങ്ങൾ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇനി സാധിക്കില്ല എന്നുള്ളത് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഈ പ്രവർത്തനത്തിൽ വരുന്നു. ഈ നിയമപരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഇനിയൊരു CITUവിൻ്റെ നേതാവിന് ഒരു ദിവസം രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നിന്ന് സ്വപ്നം കണ്ടാൽ ഒരു ഈ പറയുന്ന കച്ചവട സ്ഥാപനത്തെയും പൂട്ടാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ട് അത് ഈസ് ഓഫ് ഡൂയിങ് വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതുപോലെ തന്നെ തൊഴിലാളി പ്രവർത്തനം നടത്താതെ മുതലാളിമാരായിട്ടുള്ള ചില തൊഴിലാളി നേതാക്കന്മാരിരുന്നു കൊണ്ടാണ് തൊഴിലാളിയുടെ ജോലി സമയം എങ്ങനെയായിരിക്കണം, അവന് കിട്ടേണ്ട മിനിമം വേജ് എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ചില മുതലാളിമാരായിട്ടുള്ള ഇതിനകത്ത് ഈ തൊഴിലാളി സംഘടനകൾ എന്ന് രണ്ടാമതൊരു ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് നേരത്തെ 8 മണിക്കൂർ ജോലി എന്ന് പറയുന്നത് തൊഴിലാളി വർഗം സമരത്തിലൂടെ നേടിയെടുത്തതാണ്. അതൊരു മുതലാളി ഔദാര്യമായി നൽകിയതല്ല. 8 മണിക്കൂർ ജോലി എന്നുള്ളത് 12 മണിക്കൂർ ആകുമ്പോൾ അത് എന്ത് നേട്ടമാണ് തൊഴിലാളിക്ക് കൊടുക്കുന്നത്? അതോടൊപ്പം തന്നെ 300 തൊഴിലാളികൾ വരെ പണിയെടുക്കുന്ന സ്ഥാപനങ്ങൾ യാതൊരു ഓർഡറും ഇല്ലാതെ തോന്നും പോലെ ആ മുതലാളിക്ക് പിരിച്ചുവിടാം. ഏത് തൊഴിലാളിയെ എപ്പോഴും വേണമെങ്കിലും പിരിച്ചുവിടാം. ഇത് ഏത് തൊഴിലാളിക്കാണ് ഗുണകരമായി മാറുന്നത്? താങ്കൾ ഘോരഘോരം വാദിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. ഏതോ മുതലാളിത്ത സംഘടനകളാണ് ഇത്തരത്തിൽ. ഓരോ തൊഴിലാളിയിലേക്ക് നിങ്ങൾ ഇറങ്ങി വരും. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ അനന്തു മാധ്യമത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ മാധ്യമങ്ങൾ അടക്കം വരുന്ന പ്രശ്നമാണിത്. അതാണ് ഞാൻ പറഞ്ഞത്, മാധ്യമങ്ങളിൽ അടക്കം വരാൻ പോകുന്ന ഈ ലേബർ കോഡിന്റെ സ്വാധീനം അത് തിരിച്ചറിയാൻ മാധ്യമപ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മോദിയെക്കുറിച്ചും ഈ വാർത്തയെക്കുറിച്ചും പ്രകീർത്തിക്കുന്നതിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. നിങ്ങൾക്കെതിരെ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ മാധ്യമപ്രവർത്തകരെ അടക്കം മാധ്യമ സ്ഥാപനങ്ങളെ അടക്കം BBC വരെ പൂട്ടിച്ച ആൾക്കാരല്ലേ നിങ്ങൾ ഇന്ത്യയിൽ. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഈ കാര്യം പറയൂ. 1952 മിനിമം വേജസ് നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ഗുണഫലം എത്ര ശതമാനം തൊഴിലാളികൾക്കാണ് ലഭിച്ചിരുന്നത്? നമുക്കൊരു ഡിബേറ്റിലേക്ക് നേരെ കാര്യമാത്ര പ്രസക്തമായ ഡിബേറ്റിലേക്ക് വേണമെങ്കിൽ പോവാം.
അപ്പോൾ അത് നടപ്പിലാക്കുമ്പോൾ 1952 വേജ് കോഡ് നടക്കുമ്പോൾ ആ സമയത്തുള്ള സാഹചര്യം 7% തൊഴിലാളികൾക്ക് മാത്രമാണ് അതിൻ്റെ ലാഭം ലഭിച്ചത്. പക്ഷേ ഇന്ന് ഈ വേജ് കോഡ് ഇവിടെ നടപ്പാക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാവുന്നൊരു കാര്യം 100% സംഘടിത മേഖലയിലും അസംഘടിത മേഖലയിലും നിൽക്കുന്ന മുഴുവൻ തൊഴിലാളികൾക്കും ഈ പറയുന്ന അവൻ്റെ മിനിമം വേജ് എന്ന അവകാശവും അധികാരവും അതവന് ലഭ്യമാകുന്നു. എന്തുകൊണ്ടാണ് മറ്റു തൊഴിലാളി സംഘടനകളും താങ്കളും മനഃപൂർവ്വമായി ഇത്തരം കാര്യങ്ങൾ മറന്നു പോകുന്നത് അല്ലെങ്കിൽ ഓർക്കാൻ വിട്ടുപോകുന്നത്? അപ്പോൾ ഇത് ഒരു പരിവർത്തനത്തിൻ്റെ കാലഘട്ടമാണ്. നമ്മുടെ രാജ്യം ഒരു വികസിത രാജ്യം എന്നുള്ള നിലയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും അതിനകത്തുള്ള ഓരോ പൗരനും അവൻ്റെ അവകാശം എന്നുള്ള നിലയിൽ അവൻ അർഹതപ്പെട്ട കൂലി കിട്ടണം. ആ കൂലി അവന് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അന്തരീക്ഷവും അത് നേടിയെടുക്കണമെങ്കിൽ സ്വാഭാവികമായും അവനൊരു വ്യവസായ സ്ഥാപനം അവിടെ ഉണ്ടാവണം. ആ വ്യവസായ സ്ഥാപനം കൃത്യമായി പ്രവർത്തിക്കണം. അല്ലാതെ എല്ലായിടത്തും ഈ വരവേൽപ്പ് സിനിമയിലെ മോഹൻലാൽ പറയുന്നത് പോലെ ഒരുത്തനൊരു പെട്ടിക്കട തുടങ്ങിയാലും അതിൻ്റെ മുന്നിൽ ഈ ചെങ്കോടി കൊണ്ടുവന്ന് വെച്ച് അവൻ്റെ കച്ചവടം പൂട്ടിക്കുന്ന നിലപാടിലുള്ള ആളുകൾ ഈ രാഷ്ട്രത്തിൽ പ്രവർത്തിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതായിരിക്കും ഇതിൻ്റെ സ്വാഭാവികമായും. വരവേൽപ്പ് അടക്കമുള്ള സിനിമകളുടെ കാര്യം നമുക്കറിയാം, അരാഷ്ട്രീയവാദം പ്രോത്സാഹിപ്പിച്ചാണ്. അതായത് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ മിനിമം വേജിന്റെ കാര്യം, എത്രയാണ് മിനിമം വേജ്? എത്രയാണ് മിനിമം വേജ് നിങ്ങളുടെ കോഡ് പ്രകാരം കൊടുക്കാൻ പോകുന്നത്? അല്ല, നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. അല്ല, എത്ര നിങ്ങൾ പറഞ്ഞു? 148 രൂപ, 142 രൂപ കൊടുക്കാൻ പോകുന്നതാണ് മിനിമം വേതനം. കേരളത്തിൽ എത്രയാണ് മിനിമം വേതനം താങ്കൾക്ക് അറിയാമോ? താങ്കൾക്ക് അറിയാമോ കേരളത്തിലെ മിനിമം വേതനം എത്രയാണ്? കേരളത്തിലെ മിനിമം വേതനം എത്രയാണ് നന്ദു? അല്ല, താങ്കൾ തന്നെ അതും പറഞ്ഞോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല. കേരളത്തിൽ 875 രൂപ കൊടുക്കുന്നത് 875 രൂപയാണ്. ശരി, ഞാൻ ഇനി താങ്കളോടൊരു കാര്യം പറയട്ടെ. താങ്കൾ ഈ പറയുന്ന താങ്കൾക്ക് ഇതിനകത്തെല്ലാം താങ്കൾക്കൊരു പ്രശ്നമുണ്ട്. താങ്കൾക്കെന്ന് പറഞ്ഞാൽ ഞാൻ റിസംബിൾ ചെയ്യുന്നത് താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു സംവിധാനത്തെയാണ്. ഒരൊറ്റ കാര്യമേ ഇതിനകത്തുള്ളൂ. ഇതിനകത്ത് ഇടതുപക്ഷത്തിൻ്റെയും CITUവിൻ്റെയും പ്രശ്നം ചെറിയ പ്രശ്നമാണ്. അവർക്ക് തൊഴിലാളി സംഘടനാ നേതാക്കന്മാരായി ഇനി മുതലാളിമാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് CITUവിൻ്റെ നേതൃത്വ പദവിയിൽ ഇരിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഇനി തൊഴിലാളി സംഘടന എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, നിങ്ങളുടെ നേതാക്കന്മാരുടെ ഇംഗിതത്തിനനുസരിച്ച് ഇനി ഒരു തൊഴിൽശാലയും ഇവിടെ പൂട്ടിയിടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഈ രണ്ട് അല്ല, നന്ദു ഒരു സ്ഥാപനത്തിൽ പണിയെടുക്കുമ്പോൾ നിങ്ങൾ 12 മണിക്കൂർ ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്യുമോ? 12 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ആർക്കാണ് ജോലി എടുക്കുന്നത്? നിങ്ങളുടെ ആവശ്യത്തിനാണോ 12 മണിക്കൂർ ജോലി ചെയ്യുന്നത്? ഒരു മിനിറ്റ്, ഇനി ഞാൻ പറഞ്ഞോട്ടെ, കുറച്ച് നേരം ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, 1952 നടന്നിട്ടുള്ള ഈ പരിഷ്കരണത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു തരത്തിലുള്ള ഇവിടുത്തെ ഇപ്പോൾ പൊട്ടിമുളച്ച ഈ തൊഴിലാളി സ്നേഹം പറയുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് അതിലൊരു അപാകത തോന്നിയില്ല? എന്തുകൊണ്ട് അത് മാറണം എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഇത്രയും ഒരു തൊഴിലാളി സംഘടന എന്നുള്ള നിലയിൽ നിങ്ങളുടെ തൊഴിലാളി സംഘടന അല്ലെങ്കിൽ ഇവിടെ വന്ന് ഘോരഘോരം വാദിക്കുന്ന തൊഴിലാളി സംഘടനകളടക്കം ഇത് അവൻ്റെ അവകാശമല്ല, ഇതിൽ കൂടുതൽ അവൻ അർഹിക്കുന്നുണ്ട്, എന്തുകൊണ്ട് അവൻ അത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഈ തൊഴിലാളി മറുപടി പറയേണ്ടത് എനിക്ക് തോന്നുന്നു ആ ചോദ്യം പ്രധാനമായിട്ട് വന്നത് ഇവിടെ കെൻ ഗോപിനാഥനോടും റോണി കെ ബേബിയുമാണ്. ശ്രീ കെൻ ഗോപിനാഥ് ഇപ്പോൾ പറഞ്ഞു ഈ തൊഴിലാളി സംഘടനാ നേതാക്കൾക്ക് ചില അവസരങ്ങൾ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഈ ലേബർ കോഡിനെതിരെ വലിയ സമരമുഖം തുറക്കുന്നതെന്നാണ്. അതാണോ അതിൻ്റെ ശരിയായ വസ്തുത? ഒന്ന്, ചാനൽ ചർച്ചയുടെ മുമ്പിൽ വന്ന പുതുതായി അവതരിച്ചിട്ടുള്ള നന്ദുവിനെ പോലൊരു ട്രേഡ് യൂണിയൻ നേതാവായി എന്നെയോ മറ്റ് INTUC നേതാക്കന്മാരെയോ BMSന്റെ തന്നെ അഖിലേന്ത്യാ നേതാക്കന്മാരായിട്ടുള്ള ബ്രിജേഷ് ഉപാധ്യായ, സജി നാരായണൻ തുടങ്ങിയിട്ടുള്ളവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ നന്ദുവിനെ പോലുള്ള ആളുകൾക്കേ പറ്റുള്ളൂ. ഞങ്ങളൊക്കെ ദീർഘകാലം ഏതാണ്ട് 4 പതിറ്റാണ്ടായി ഞാൻ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തുന്നു. ഒന്നത്. രണ്ട്, BMSന്റെ നന്ദുവിനെ പോലുള്ള ആളുകൾ മാത്രമല്ല, നിങ്ങൾ പറഞ്ഞ ചില മീഡിയകൾ മാത്രമല്ല, LNTയുടെ ചെയർമാൻ സുബ്രഹ്മണ്യം, അതുപോലെ തന്നെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, അതുപോലെ അസോച്ചം, ഇതുപോലുള്ള മുതലാളിമാരുടെ സംഘടനകൾ ചരിത്രപരമായിട്ടുള്ളൊരു നേട്ടമാണ്, ഇത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനതിനെ കാണാതിരിക്കുന്നില്ല. അവരുടെ ഒപ്പം BMSനെയും കൂടി ചേർത്ത് വായിക്കുമ്പോൾ BMS ഒരു തൊഴിലാളി സംഘടനയാണോ എന്നുള്ള നിലയിൽ സംശയം തോന്നും. നേരത്തെ സജി നാരായണൻ പ്രസിഡന്റായി 2 ടൈമിലിരുന്നപ്പോൾ ഈ 4 ലേബർ കോഡുകളെയും നഖശികാന്തം ഞങ്ങളെക്കാൾ കൂടുതൽ ശക്തമായി എതിർത്ത സംഘടനയാണ് BMS. രണ്ടാമത്, ബ്രിജേഷ് ഉപാധ്യായ ഭാരവാഹിയായി വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് വേജ് കോഡിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ള നിലയിൽ പറഞ്ഞു. ബാക്കി സോഷ്യൽ സെക്യൂരിറ്റി കോഡും IR കോഡും കൊള്ളാമെന്ന് പറഞ്ഞു. ബാക്കി 2 കോഡുകളെയാണ് ഞങ്ങൾ എതിർക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ BMSന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ പറഞ്ഞത് ഈ 4 കോഡുകളും കൊള്ളാവുന്നതാണ്, ചരിത്രപരമായ നേട്ടമാണെന്ന് പറഞ്ഞു.
ഇത് ഓന്തിൻ്റെ നിറം മാറണ പോലെ മാറുകയാണ്. ഇത് തൊഴിലാളി വർഗത്തെ വഞ്ചിക്കുകയാണ്. BMS-നകത്ത് അംഗങ്ങളായിട്ടുള്ള ഇന്ത്യയിലെ ലേബർ രജിസ്ട്രേഷൻ അനുസരിച്ച് ഏറ്റവും വലിയ സംഘടനയാണ് BMS. ഞങ്ങളൊക്കെ 4ാം സ്ഥാനത്താണ്. അതിനെ എല്ലാവരെയും വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇനി അദ്ദേഹം പറഞ്ഞു വസ്തുതാപരമായി വിലയിരുത്തണം എന്ന് പറഞ്ഞു. എന്നോട് ആദ്യത്തെ ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. വസ്തുതാപരമായിട്ട് വിലയിരുത്താം. എന്താണ് ചരിത്ര നേട്ടം? 4 ലേബർ കോഡുകൾ, എന്താ വേജ് കോഡ്, മിനിമം വേജസ് ആക്ട്, വേജസ് ആക്ട്, ബോണസ് ആക്ട്, ഇങ്ങനെ മോണിറ്ററി ബെനിഫിറ്റ് വരുന്ന എല്ലാ നിയമങ്ങളും കൂടി ചേർന്ന് 4-5 നിയമങ്ങൾ ചേർന്ന് കട്ട് ഷോട്ട് ചെയ്ത് അതിനെയെല്ലാം സപ്രസ് ചെയ്ത് ഒരു കോഡാക്കി. നിങ്ങൾ തന്നെ ചോദിച്ചല്ലോ നേരത്തെ, കോമ്പയറിംഗ് എന്നുള്ള നിലയിൽ മാധ്യമപ്രവർത്തകൻ തന്നെ, കൈരളിയുടെ മാധ്യമപ്രവർത്തകൻ തന്നെ ചോദിച്ചു, ഇത് എന്താണ് ചരിത്ര നേട്ടം? മിനിമം വേജസ് എന്ന് പറയുന്നത് ഇനി ഉണ്ടാവില്ല, ഫ്ലോർ ലെവൽ വേജസ് ആണ്, അതിൽ താഴെ നിവൃത്തിയില്ല. 202 രൂപയാണ് സ്കിൽഡ് ലേബർക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഫ്ലോർ ലെവൽ വേജസ്. അതിന് എത്ര വർദ്ധിപ്പിക്കാൻ കഴിയും? യൂണിഫോം ആക്കി മാറ്റാൻ കഴിയുമെന്നാണോ? അത് ചരിത്ര നേട്ടമാണോ? അതേപോലെ തന്നെ ഈ ചാനൽ ചർച്ച തുടങ്ങിയപ്പോൾ കൈരളിയുടെ റിപ്പോർട്ടർ തന്നെ ചോദിപ്പിച്ച പോലെ 8 മണിക്കൂർ ജോലി എന്നുള്ളത് സ്പ്രെഡ് ഓവർ ടൈം ആക്കി വേണമെങ്കിൽ 12 മണിക്കൂറാക്കാം, ഓവർ ടൈം ഇല്ലാതെ. 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിനോദം എന്നുള്ള അടിസ്ഥാനത്തിൽ തൊഴിൽ സമയ ക്ലിപ്തത അംഗീകരിപ്പിച്ചെടുത്തതൊക്കെ നൂറ്റാണ്ടുകളുടെ വലിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ്. 1919 ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ വന്നതിന് ശേഷം ഇന്ത്യൻ പാർലമെന്റ് റാറ്റിഫൈ ചെയ്ത പ്രധാനപ്പെട്ട നിയമസംഹിതയാണ് റൈറ്റ് ഫോർ അസോസിയേഷൻ, കളക്റ്റീവ് ബാർഗൈനിങ് എന്നുള്ളത്. IR കോഡ് ഇവിടെ കൊണ്ടുവന്നിട്ട് ട്രേഡ് യൂണിയനുകളുടെ അവകാശങ്ങളെ ഇല്ലാതാക്കുക, തൊഴിലാളികളുടെ കൂട്ടായി വിലപേശാനുള്ള അവകാശങ്ങൾ ഇല്ലാതാക്കുക. IR കോഡിനകത്ത് പറഞ്ഞിരിക്കുന്നത് പവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിൽ 10 തൊഴിലാളി ഉണ്ടെങ്കിൽ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാമെന്നുള്ളത് 20 മാറ്റിയിരിക്കുന്നു. പവർ ഉപയോഗിക്കാത്ത കൺസ്യൂമർ ഫെഡ് പോലുള്ള അല്ലെങ്കിൽ സർവീസ് സെക്ടർ, KSRTC, KSEB പോലുള്ള സ്ഥലത്ത്, നമ്മൾ മാനുഫാക്ചറിങ് അല്ലാത്ത സ്ഥലങ്ങളിൽ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള 10 എന്നുള്ളത് ഇനി മുതൽ 40 ആകണം എന്നുള്ളതാണ്. കോൺട്രാക്ട് ലേബർക്ക് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിലവിൽ 20 ആയിരുന്നു, അത് 50 ആക്കണം എന്നാണ്. അതിനെ ഇന്ത്യയിലാകെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലാകെ എത്ര ചെറുകിട സ്ഥാപനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ID ആക്ടിൻ്റെ, ഫാക്ടറീസ് ആക്ടിൻ്റെ പെർവ്യൂവിൽ നിന്ന് പോകുന്നത്. ഇനി ഒക്യുപ്പേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ പ്രധാനമായും ഫാക്ടറീസ് ആക്ടാണ്. ആ ഫാക്ടറീസ് ആക്ടിൽ മാധ്യമപ്രവർത്തകർ, ജേർണലിസ്റ്റുകൾ, അവരുടെ മാനുഷ്യാത കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് വേജ് കോഡ് ഉണ്ടാകും. ആ വേജ് കോഡ് പത്രപ്രവർത്തകർക്ക് വേണ്ടിയുള്ള വേജ് ബോർഡ് ഇനി ഉണ്ടാവില്ല, അതെല്ലാം ഇതിനകത്തേക്ക് മാറ്റുകയാണ്. 1975 ഇന്ത്യക്കകത്ത് പാസ്സാക്കിയിട്ടുള്ള ഇന്റർസ്റ്റേറ്റ് മൈഗ്രന്റ് ലേബർ ആക്ട്, അതിനകത്ത് മൈഗ്രന്റ് ലേബറെ എൻഗേജ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സാധാരണ കോൺട്രാക്ട് ലൈസൻസ് പോരാ, പ്രത്യേക ലൈസൻസ് വേണം. ആ ലൈസൻസിങ് എടുത്തു കാട്ടി കളഞ്ഞു. അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി ഓരോന്നാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ സെക്യൂരിറ്റി കോഡ്, തൊഴിലാളികൾ സമരം ചെയ്താണ് പ്രോവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, അതുപോലെ ESI തുടങ്ങിയിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റികൾ നേടിയെടുത്തുള്ളത്. അതെല്ലാം യൂണിഫൈഡ് സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഇന്ന് അതിനകത്തുള്ള മാറ്റങ്ങൾ സ്വകാര്യ മേഖലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. PF-ന്റെ കാര്യത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടല്ലോ. ഇങ്ങനെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഡിബേറ്റ് ചെയ്യാം. അതുകൊണ്ട് നന്ദു, ഞങ്ങളെല്ലാവരും തയ്യാറാണ് ഇതെല്ലാം ഡിബേറ്റ് ചെയ്യാൻ. ഇതിലെ മുതലാളിമാരുടെ സംഘടനയും BJP നേതാക്കന്മാരും ഇതിന്റെ ബ്രാൻഡ് അംബാസഡറായി പ്രവർത്തിക്കുകയാണ്. ഈ വർക്കേഴ്സ് എഡ്യൂക്കേഷൻ സെന്റർ ടേങ്കടി എന്ന് പറയുന്ന ടേങ്കടി ജി, ദത്താത്രേയ ടേങ്കടി ജി, അദ്ദേഹം BMS-ന്റെ സ്ഥാപക നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ വർക്കേഴ്സ് എഡ്യൂക്കേഷൻ സെൻറ്റർ ഇന്നലെ ഒരു സെമിനാർ സംഘടിപ്പിച്ചു വൈകുന്നേരം. ഞാൻ അതിനകത്ത് CIT-ൻ്റെ പ്രതിനിധിയായി പങ്കെടുത്തതാണ്. അവർ യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നരേഷൻ കൊടുത്തുകൊണ്ട് എംപ്ലോയർക്കും എംപ്ലോയീസിനും ഉണ്ടാകുന്ന പ്രത്യേക പ്രയോജനത്തെ സംബന്ധിച്ച് വിശദീകരിച്ചു. ഞാൻ അതിനകത്തെല്ലാം ഖണ്ഡിച്ചു. അവർ പറഞ്ഞത് ഇതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല, അത് ഞങ്ങൾ പറയാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങളോട് ഇതിൻ്റെ പ്രചരണം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ പ്രചരണത്തിലേക്ക് വന്നതാണെന്നാണ് പറയുന്നത്. ഇനിയും ചർച്ച ചെയ്യുമെന്നാണ് പറയുന്നത്. ഏത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്തു? 10 പാർലമെന്റ് മെമ്പർമാരെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയ സന്ദർഭത്തിലാണ് കർഷക ഭേദഗതി നിയമവും ഈ ലേബർ കോഡും അവസാനത്തെ ഗവൺമെന്റ് പാസ്സാക്കിയത്. 2 ഘട്ടങ്ങളിലായി 4 പാസ്സാക്കിയത്. അന്ന് ഞാൻ ഓർക്കുന്നു, അന്ന് ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള ഉപരാഷ്ട്രപതി ശ്രീ വെങ്കയ്യ നായിഡു ആണ്. അദ്ദേഹം അജാനബാഹുവായി കസേരയിലിരുന്നിട്ട് ബഹളം ഉണ്ടാക്കിയ CIT നേതാവ്, അന്നത്തെ ഉപനേതാവായി രാജ്യസഭയിലുള്ള ഇളമരം കരീമാണ്. മിസ്റ്റർ കരീം, നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ല, ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, ഞങ്ങളിതെല്ലാം പാസ്സാക്കും എന്ന് പറഞ്ഞ് ധിക്കാരമാണ് പറഞ്ഞത്.
ആകെ ഞങ്ങൾക്കൊരാശ്വാസം. അന്ന് ഇളവരഗിരി മുഖത്ത് നോക്കി ഹോണറബിൾ ചെയർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ രാജ്യത്ത് ഞങ്ങൾ 4 പേരാണെങ്കിലും ഞാൻ ഒരാളാണെങ്കിലും പല്ലും നഖവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനകത്ത് എതിർക്കും. ഞാൻ വോട്ടിന് ഇടണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലാതെ ശബ്ദ വോട്ടോടുകൂടി ഇത് പാസ്സാക്കണം എന്നുള്ളത് ശരിയായ ജനാധിപത്യ രീതിയുമല്ല, അത് പാർലമെന്ററി ജനാധിപത്യത്തിനെതിരാണെന്ന് പറഞ്ഞ് അദ്ദേഹം ബഹളം വയ്ക്കുകയും പാർലമെന്റിന് പുറത്ത് കോടിക്കണക്കിന് തൊഴിലാളികളും എല്ലാം ഈ ലേബർ കോഡിനെതിരായി ശബ്ദം ഉയർത്തും, അവർ പണിമുടക്കിലേക്ക് പോകും, പ്രതിഷേധത്തിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ തൊഴിലാളി പ്രവർത്തകർ എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ടായത്. അപ്പോൾ BMS-ഉം ശക്തമായി ഇതിനെ എതിർത്തിരുന്നതാണ്. ഇപ്പൊ BMS എതിർക്കാത്തത് രാഷ്ട്രീയമായി സംഘപരിവാർ സംഘടന എന്നുള്ളതാണ്. സംഘപരിവാർ സംഘടനയിൽ തീർച്ചയായും ഗോപിനാഥ്, ഇപ്പോൾ ഒരുപക്ഷെ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയത് എളമരം കരീം അടക്കം പാർലമെന്റിൽ വലിയ തരത്തിലുള്ള പ്രക്ഷോഭം ഉയർത്തിയതാണ് ഈ വിഷയത്തിൽ. അന്ന് പക്ഷേ കോൺഗ്രസ് എടുത്ത നിലപാടുകളുണ്ട്. കോൺഗ്രസ് ആ സമരത്തിലെ ഈ ലേബർ കോഡിനെ ഗൗരവത്തിലെടുത്തിരുന്നുള്ളൊരു പ്രശ്നമുണ്ട്. INTUC എടുത്ത അതേ ഗൗരവത്തിൽ കോൺഗ്രസ് എടുത്തിരുന്നില്ല എന്നുള്ള ആക്ഷേപം ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുകയാണ്. ഏതായാലും ഇന്ന് സമരത്തിൽ INTUC-ന്റെ അടക്കം വലിയ എല്ലാ സംഘടനകളും BMS ഒഴിച്ച് പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ ശ്രീ റോണി കെ ബേബി, ഇപ്പൊ ഏതായാലും അന്നും ഇപ്പോഴും എടുത്തിട്ടില്ല. അതെ, അത് തന്നെയാണ് വിഷയം. ഇപ്പോഴും കോൺഗ്രസ് ഈ നിലപാട് എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. INTUC ശക്തമായി നിൽക്കുമ്പോഴും ഒരു പിന്തുണ കൊടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളത് ആക്ഷേപമായി നിലനിൽക്കുകയാണ്. ശ്രീ റോണി കെ ബേബി, 2014 ശ്രീ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവർ നടപ്പാക്കുന്ന തീവ്ര വലതുപക്ഷ സാമ്പത്തിക നയങ്ങൾ, ആ സാമ്പത്തിക നയങ്ങളെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിന്റെ അകത്ത് കോൺഗ്രസിന്റെ നിലപാടിൽ വെള്ളം ചേർത്തു എന്നൊന്നും ആക്ഷേപം ഇവിടെ ആരും ഉന്നയിക്കേണ്ട. 2018-ലും 2019-ലും ഒക്കെ ഈ ഇപ്പോഴുള്ള ലേബർ കോഡ് ആക്ടുകളൊക്കെ പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോൾ അതിനു മുമ്പ് ആദ്യമായി 1946-ലെ ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെന്റ് സ്റ്റാൻഡിംഗ് ഓർഡർ ആക്ട് അമെന്റ്മെന്റ്, അതിലാണ് ഇവിടുന്ന് തുടങ്ങുന്നത്. ഇത് ഈ 2025-ൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ BJP ഗവൺമെന്റ് കൊണ്ടുവന്ന, അല്ലെങ്കിൽ നരേന്ദ്രമോദി ഓമനപ്പേരിട്ട് വിളിക്കുന്നുണ്ട്, ശ്രം ശക്തി നീതി. ഈ ലേബർ കോഡ് ഒക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം പറയുന്ന ഓമനപ്പേരിട്ട് വിളിക്കുന്നതാണ് ശ്രം ശക്തി നീതി. പക്ഷെ ഇവിടെ ശ്രം ശക്തിക്ക് നീതിയല്ല, ശ്രം ശക്തിക്ക് അനീതിയായി ഈ നിയമങ്ങൾ മാറുകയാണ്. ഈ ഓമന പഞ്ചാര വാക്കുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ആദ്യം മുതൽ തന്നെ കോൺഗ്രസ്, കാരണം ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന ആർക്ക് വേണ്ടിയാ? ഈ രാജ്യത്തെ തൊഴിലാളി വർഗത്തിന് വേണ്ടി, ഈ രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് പോരാട്ടം നടത്തുന്നത്. ഞങ്ങൾ ഉന്നയിക്കുന്ന സാമൂഹ്യ നീതിയുടെ വിഷയത്തിൽ ഈ രാജ്യത്തെ അധ്വാനിക്കുന്നവരുണ്ട്, തൊഴിലാളി വർഗമുണ്ട്. ഈ രാജ്യത്തെ ഈ പറയുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇത് വളരെ വ്യക്തമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത് എന്ന് വളരെ വ്യക്തമാണ്. കാരണം എന്താ? പ്രതിരോധങ്ങൾ ഇല്ലാതാക്കുക, പ്രതിഷേധങ്ങൾ ഇല്ലാതാക്കുക, സംഘടിത ശക്തികള്, ഇവിടുത്തെ സംഘടിത തൊഴിലാളി വർഗം. കാരണം അവർക്ക് ഈ അവകാശങ്ങൾ കിട്ടിയത് നമുക്കറിയാം, ബ്രിട്ടീഷുകാരുടെ കാലത്തും അല്ലെ സ്വാതന്ത്ര്യത്തിന്റെ തൊട്ടു പിന്നാലെയും ഒക്കെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ജനവിഭാഗം. അവർക്ക് ഇതുപോലെയുള്ള അവകാശങ്ങൾ കിട്ടിയത്, അല്ലെ അന്തസ്സോടെ തൊഴിലാളി വർഗത്തിന് തലയുയർത്തി നിൽക്കുവാനായിട്ട് ഈ രാജ്യത്തെ പ്രാപ്തമാക്കിയത് ഈ രാജ്യത്തെ ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാരുകൾ എത്രയോ ആക്ടുകൾ, മിനിമം വേജസ് ആക്ട് ഉൾപ്പെടെ, ഇൻഡസ്ട്രിയൽ റെഗുലേഷൻ ആക്ട് ഉൾപ്പെടെ എത്രയോ ആക്ടുകൾ ഇവിടെ കൊണ്ടുവന്നു. അതിന്റെ എല്ലാം പരിണിത ഫലമായിട്ടാണ് തൊഴിലാളി വർഗം അന്തസ്സോടെ അഭിമാനത്തോടെ തലയുയർത്തി നിർത്തിയത്. പക്ഷെ ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട BJP-യുടെ നേതാവ് നന്ദു പറയുന്നത് കേട്ടു, ഇതിനെ എതിർക്കുന്നവരെല്ലാം വലതുപക്ഷ സാമ്പത്തിക താല്പര്യങ്ങളുള്ളവരാണ്, അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്ന സംഘടനകളെല്ലാം വലതുപക്ഷ സാമ്പത്തിക നയങ്ങളെ പിന്തുടരുന്നവരാണ്. ഇപ്പോൾ എനിക്ക് നന്ദുവിനോട് ചോദിക്കാൻ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇപ്പോൾ BMS എന്ന് പറയുന്നത് അങ്ങൊരു പക്ഷേ തൊഴിലാളി വർഗത്തിന്റെ നേതാവായിരിക്കില്ല, അങ്ങൊരു പക്ഷേ BMS-ന്റെ നേതാവായിരിക്കില്ല. പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് BMS എന്ന് പറയുന്ന ഒരു സംഘപരിവാർ സംഘടനയാണ്. BMS ഈ 4 തൊഴിൽ കോഡുകളെ അംഗീകരിച്ചിട്ടുണ്ടോ? ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് BMS ഇതിനെ പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല. ഇപ്പോഴും BMS-ന്റെ നിലപാട് എന്ന് പറയുന്നത് ഈ തൊഴിൽ കോഡുകൾക്കെതിരാണ്. അപ്പോൾ ഈ അങ്ങ് പറയുന്ന BMS എന്ന് പറയുന്ന സംഘടനയും ഒരു തീവ്ര വലതുപക്ഷ സാമ്പത്തിക സംഘടനയാണ് എന്ന് അങ്ങ് തന്നെ ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. വളരെ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. ഇവിടുത്തെ പ്രതിഷേധങ്ങൾ ഇല്ലാതാക്കുക, പ്രതിരോധങ്ങൾ ഇല്ലാതാക്കുക. ഏത് രാജ്യത്താണെങ്കിലും നമുക്കറിയാം, ഏത് രാജ്യത്താണെങ്കിലും ഫാസിസത്തിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിയത്, ഇത് ജർമ്മനി ആയിക്കോട്ടെ, അല്ലെ മറ്റ് ഏകാധിപത്യത്തിനെതിരെ ഒക്കെ വലിയ പ്രതിഷേധങ്ങൾ ചെറുത്തുനിൽപ്പ് നടത്തിയത് നമുക്കറിയാം. അവിടെ യുഗോസ്ലാവിയയിൽ ഉൾപ്പെടെ ഇവിടെ തൊഴിലാളി വർഗമാണ് മാറ്റത്തിന് ഏറ്റവും വലിയ ചാലക ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ തൊഴിലാളി വർഗത്തെ ഇവിടെ തകർക്കുന്നതിന് വേണ്ടി പിന്നെ നന്ദു പറഞ്ഞു, എന്തെങ്കിലും ഒരു ഇതിന്റെ പോരായ്മ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? എത്രയോ പോരായ്മകൾ ഈ നടപ്പാക്കിയിരിക്കുന്ന തൊഴിൽ കോഡുകളിന് എത്രയോ ഒരു ഉദാഹരണം മാത്രം പറയാം. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് വ്യാപാരശാലകളിൽ അല്ലെ വ്യവസായശാലകളിൽ ഇൻസ്പെക്ഷന്റെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് തൊഴിൽ വകുപ്പിന് പോലെ. ഇപ്പോൾ ഇവരൊക്കെ ഒരു സെൽഫ് അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി.
ഇവിടെ എല്ലാം വളരെ നല്ല രീതിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്യവസായശാലകൾ നടത്തുന്ന വ്യവസായ പ്രമുഖർ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ കണ്ടു ഇവിടെ വലിയ ഈ ഇലക്ട്രൽ ബോണ്ട് സ്കാം ഒക്കെ വന്നപ്പോൾ ഈ BJP ഗവൺമെന്റ് ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് എന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായ കുത്തകൾക്ക് വേണ്ടി നിൽക്കുന്ന താങ്കൾ പറഞ്ഞത് കൃത്യമായി തന്നെ നന്ദുവിന് ബോധ്യപ്പെട്ടത്. നന്ദുവിലേക്ക് മടങ്ങി വരാം. നന്ദു ചില ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞിട്ടില്ല. ശ്രീ മോഹൻകുമാർ, ഒരുപക്ഷേ ഇവിടെ ഇതിൻ്റെ രാഷ്ട്രീയ വശങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. പക്ഷേ എനിക്കിത് തോന്നുന്നത് ഈ ലേബർ കോഡ് ഒരിക്കലും ഒരു തൊഴിലാളി സെൻറ്റേഡ് അല്ല. അതിന് നേരത്തെ തന്നെ KN ഗോപിനാഥ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഫിക്കി പോലുള്ള ഇന്ത്യൻ ഇൻഡസ്ട്രി പോലുള്ള സംഘടനകൾ ഇതിനെ ശ്ലാഘിക്കുമ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ പ്രചാരണം ഏറ്റെടുക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. ഇവിടെ ഈ ലേബർ കോഡ് കൊണ്ടുവരുമ്പോൾ ഇവർ പ്രകീർത്തിക്കുന്നത് പോലെ സാമ്പത്തിക രംഗത്ത് എന്ത് ഉത്തേജനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, തൊഴിലാളിയുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്, എങ്ങനെയാണ് ഈ ലേബർ കോഡിനെ താങ്കൾ വിലയിരുത്തുന്നത്? ഹലോ, കേൾക്കുന്നുണ്ടോ താങ്കൾ? ഹലോ. അപ്പോൾ നമ്മൾ ഈ ലേബർ കോഡിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അതിൽ പ്രധാനമായും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ലേബർ കോഡ് ഇപ്പോൾ 2020 സെപ്റ്റംബറിൽ കൂടിയ പാർലമെന്റ് സെഷനിൽ അവതരിപ്പിച്ച ഒരു ലേബർ കോഡും 2019 അവതരിപ്പിച്ച വേജ് കോഡും ഇങ്ങനെ ഉള്ള 4 കോഡുകൾ 2025 നവംബർ 21 വരെ എന്തുകൊണ്ട് ഇതിന്റെ റൂളുകൾ പോലും ഉണ്ടാക്കാതെ ഇപ്പോൾ 5 വർഷത്തിന് ശേഷം ഇപ്പോൾ നടപ്പിലാക്കി? ഇത് ആർക്കു വേണ്ടിയായിരുന്നു ഇത് നടപ്പിലാക്കുന്നത്? 5 വർഷം ഏകദേശം ഇതുവരെ ഇതിന്റെ റൂളുകൾ പോലും ഫ്രെയിം ചെയ്തിട്ടില്ല. റൂൾ ഫ്രെയിം ചെയ്യാതെ ആക്ട് നടപ്പിലാക്കിയാൽ, കോഡുകൾ നടപ്പിലാക്കിയാൽ ഉണ്ടാകുന്ന പ്രശ്നം, അത് നടപ്പിലാക്കുന്ന ആളുകൾ, ഇംപ്ലിമെന്റ് ചെയ്യുന്ന മൂലധനം, വ്യവസായികൾ അല്ലെങ്കിൽ എംപ്ലോയർ, അവർക്ക് വേണ്ട രീതിയിൽ ഇത് വ്യാഖ്യാനിച്ചിട്ട് അത് ആർക്കു വേണ്ടിയാണ്, ആരെയാണോ ബാധിക്കുന്നത് അവരെ കൂടുതൽ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് മാറും. ഇതിൽ ആദ്യമായി പറയേണ്ട ഒരു കാര്യം, ഈ വ്യാവസായിക വിപ്ലവത്തിന്റെ കാലഘട്ടത്തിലും വ്യാവസായിക വളർച്ചയുടെ ആദ്യ കാലഘട്ടത്തിലും പിന്നെ 20-ാം നൂറ്റാണ്ടിലെ തുടക്കത്തിൽ ഒക്കെ ഇന്ത്യയിലൊക്കെ നടന്നിരുന്ന ഒരു സാഹചര്യം, മുതലാളിമാർ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിന് ഉപയോഗിച്ചിരുന്നത് വർക്കിംഗ് അവേഴ്സ് 8 മണിക്കൂർ എന്നുള്ളത് 12ഉം 13ഉം വരെ വർദ്ധിപ്പിച്ചിട്ടാണ്. അത് ഒരു മാർഗമായിരിക്കുമ്പോൾ മറ്റൊരു മാർഗം കൂലി വെട്ടിക്കുറയ്ക്കുക. ഈ 2 മാർഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അവലംബിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഈ ലേബർ കോഡ് നടപ്പിലാക്കിയാൽ അതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് രണ്ടും, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നിലവിലിരുന്ന ഒരു ചൂഷണ വ്യവസ്ഥ വീണ്ടും പുനഃസ്ഥാപിക്കാൻ ഉള്ള ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോ മിനിമം വേജസ് ആക്ട് 1919 ഇന്ത്യയിൽ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടത് ബ്രിട്ടീഷ് പ്ലാനർമാരാണ്. ആസാമിലും ബംഗാളിലുമുള്ള തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾ അവരുടെ വർക്കിംഗ് അവേഴ്സ് 12ഉം 13 മണിക്കൂർ ആക്കിയപ്പോൾ അവർക്ക് കിട്ടുന്ന കൂലി വളരെയധികം വെട്ടിക്കുറച്ചപ്പോൾ അവർക്ക് അവിടുത്തെ അടുത്ത തലമുറയെ വളർത്തിയെടുക്കാൻ പറ്റാതെ ആയപ്പോൾ, തേയിലം തോട്ടങ്ങൾക്ക് തൊഴിലാളികളെ കിട്ടാതെ ആയപ്പോഴാണ് ബ്രിട്ടീഷ് പ്ലാനർമാര് ബംഗാൾ അസംബ്ലിയിൽ ആവശ്യപ്പെട്ടത് ഇത് മിനിമം വേജ് നടപ്പിലാക്കണമെന്ന്. ഈ സാഹചര്യത്തിലേക്ക് വീണ്ടും നമ്മൾ പോകുന്നതാണോ ഈ ലേബർ കോഡ്? എന്തുകൊണ്ടാണ് ഇതിനെ ലേബർ കോഡ് എന്ന് വിളിക്കുന്നത്? കോഡ് എന്ന് പറഞ്ഞാൽ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. ഇപ്പം സംസ്ഥാന സർക്കാരിലോ കേന്ദ്ര സർക്കാരിലോ ജീവനക്കാർക്ക് കോഡ് ഓഫ് കണ്ടക്ട് കൊടുക്കുക അവര് ജോയിൻ ചെയ്യുമ്പോൾ. കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റില്ല, നിങ്ങൾക്കത് വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. വയലേറ്റ് ചെയ്യാൽ നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യപ്പെടും. അതാണ് കോഡ് ഓഫ് കണ്ടക്ട്. എന്തിനാണ് ഇതിനെ ലേബർ കോഡ് എന്ന് വിളിക്കുന്നത്? ഹബറാബീസ് കോഡ് പോലെ. കോഡ് എന്ന് പറഞ്ഞാൽ അത് ബൈൻഡിങ് ആണ്. അതിനെ നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, അതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റില്ലെന്നാണ് എൻ്റെ അർത്ഥം. ഇവിടെ ഈ 4 കോഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വേജ് കോഡാണ്. വേജ് കോഡിൽ പറഞ്ഞിരിക്കുന്നത് ഇതുവരെയുള്ള സംസ്ഥാനങ്ങൾ പ്രഖ്യാപിക്കുന്ന മിനിമം വേജസ് ആക്ട് ഇനി നിലവിലുണ്ടാവില്ല. പകരം തൊഴിലാളികളെ 4ആയി തിരിച്ച് അൺസ്കിൽഡ്, സെമി സ്കിൽഡ്, സ്കിൽഡ്, ഹൈലി സ്കിൽഡ്, ഇങ്ങനെ 4ആയി തിരിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ ഫ്ലോർ വേജ് തീരുമാനിക്കും. ഈ സാധനങ്ങൾക്കൊക്കെ തറവില പ്രഖ്യാപിക്കും പോലെ തൊഴിലാളികൾക്ക് ഫ്ലോർ വേജ് പ്രഖ്യാപിക്കും. ഇവിടെ അതും ദേശീയ തലത്തിൽ പ്രഖ്യാപിക്കും. ദേശീയ തലത്തിൽ നമ്മൾ നോക്കൂ, ഇപ്പം തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി നമ്മൾ എടുക്കുകയാണെങ്കിൽ
ഇപ്പൊ ബീഹാറിൽ നിലനിൽക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിലെ 2025 മാർച്ചിൽ പുതുക്കിയ ഏപ്രിൽ 1 മുതൽ നിലവിൽ വന്ന കൂലി 255 രൂപയാണ് ഒരു ദിവസം. അപ്പോൾ പക്ഷേ കേരളത്തിലെ കൂലി നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് 366 രൂപ വരും. കേരളത്തിലത് 366. ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും പലതരത്തിലുള്ള കൂലിയാണ് നിലനിൽക്കുന്നത്. ഈ കൂലി ഇതെല്ലാം മാറ്റിവെച്ചിട്ട് കേന്ദ്ര സർക്കാർ ഒരു ഫ്ലോർ വേജ് ദേശീയ തലത്തിൽ നടപ്പിലാക്കും. 2019 ഈ ചർച്ച വന്നപ്പോൾ പറഞ്ഞത് ആ ഫ്ലോർ വേജ് എന്ന് പറയുന്നത് 375 രൂപയായിരിക്കുമെന്നാണ്. ഫ്ലോർ വേജ് നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ദേശവ്യാപകമായി ഏറ്റവും കുറഞ്ഞ കൂലി എങ്ങനെയാണ് ഈ ഫ്ലോർ വേജിൽ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസി എത്തുക? അത് ആവറേജ് എടുത്തായിരിക്കുമല്ലോ എടുത്തുന്നത്. അതെന്ന് പറയുമ്പോൾ ഓരോ സംസ്ഥാനത്തും അവരവരുടെ സാഹചര്യങ്ങൾ ജീവിത ചെലവെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കണക്കാക്കി വരുന്ന മിനിമം വേജസോ ഫെയർ വേജസോ ലിവിങ് വേജസോ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വേജസ് ഉണ്ട്. ഇതിനെ എല്ലാം ചുരുക്കി ഒരു തറവിലയായി തൊഴിലാളികൾക്ക് തറവിലയായി ഏറ്റവും കുറഞ്ഞ കൂലി എവിടെയാണോ നിലനിൽക്കുന്നത് ദേശീയ കൂലിയായി അംഗീകരിക്കാൻ ഒരു സാധ്യതയുണ്ട്. അത് ഇന്ത്യയിൽ മുഴുവൻ നടപ്പിലായി വരുമ്പോൾ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും? യെസ്, അത് തന്നെയാണ് ശ്രീ മോഹൻകുമാർ. പക്ഷേ നന്ദുവിന് മറുപടി, നന്ദു ആദ്യം ചോദിച്ച ചോദ്യത്തിന് എന്തുകൊണ്ട് ഇത് പാർലമെന്റിൽ ചർച്ച ചെയ്തില്ല? BMSന് ആദ്യം മനസ്സിലായത് പിന്നീട് മനസ്സിലാകാതെ പോയത് എന്താണ്? ഒരുപക്ഷെ ഈ അദ്ദേഹം ചോദിച്ച വളരെ പ്രസക്തം, എന്താണ് ഈ കോഡെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോഡാണെങ്കിൽ വയലേറ്റ് ചെയ്യപ്പെടാൻ പറ്റാത്തതാണ്. അതുതന്നെയാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. കോർപ്പറേറ്റുകൾക്ക്, മുതലാളിമാർക്ക് ഈ തൊഴിലാളികൾ ഏത് വിധത്തിലും ചൂഷണം ചെയ്യാൻ, അതാണ് കോഡെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇവിടെ BMS തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് നന്ദു, ഈ അവശ്യ സേവനങ്ങൾ ഒഴികെയുള്ള മേഖലകൾ പോലും സമരം ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. പണിമുടക്ക് നടത്താൻ പറ്റില്ല. പണിമുടക്കിലൂടെയാണ് ഈ തൊഴിലാളികൾ ഇന്ന് നേടിയുള്ള അവകാശങ്ങൾ വന്നത്. BMSന് വരെ പറയേണ്ടി വരുന്നുണ്ട് നന്ദു. അത് ശരിയല്ല, അത് ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന്. അല്ല, ഇതിനകത്ത് CITUവിൻ്റെ പ്രതിനിധി അദ്ദേഹത്തിനോട് ഞാൻ ഇവിടെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഞാൻ BMSൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അല്ല, ഞാൻ BJPയുടെ റെപ്രസെൻറ്റേറ്റീവാണ്. ഞാൻ BJPയുടെ നയം അറിയാനാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും BMSൻ്റെ നയം BMSൻ്റെ പ്രതിനിധികൾ വരുന്ന സമയത്ത് അവർ കൃത്യമായി പറയുന്നുണ്ടാവും, അവർക്കൊരു നയം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ആ നയം അവർ പറയുന്നുണ്ടാവും. പക്ഷേ ഒരു കാര്യം ഇതിനകത്ത് എനിക്ക് മനസ്സിലായത്, സാമ്പത്തിക വിദഗ്ധനെന്ന് പറഞ്ഞു ഇരിക്കുന്ന അദ്ദേഹം ഉൾപ്പെടെ എന്നെ ഈ വിഷയത്തിൽ എനിക്കെതിരായിട്ട് 4 പേരാണ് സംസാരിക്കുന്നത്. അപ്പോൾ 4 പേർക്കുള്ള മറുപടിയാണ് ഞാൻ പറയേണ്ടത്. അപ്പോൾ ഓരോരുത്തരുടേതായിട്ട് ഞാനിങ്ങനെ കടന്ന് വരാം. ഇപ്പോൾ താങ്കൾ ചോദിച്ചു പാർലമെൻറ്റിൽ ചർച്ച ചെയ്തില്ല എന്ന്. പാർലമെൻറ്റിൽ ചർച്ച ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് നേരത്തെ ഇളമരം കരീം എണീറ്റ് നിന്ന് ഡയസിൽ നിന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് ചർച്ച ചെയ്യാതെ അങ്ങനെ പറഞ്ഞതെന്നുള്ളതിനെപ്പറ്റി എനിക്ക് ധാരണയില്ല. അദ്ദേഹമാണത് പറഞ്ഞത്. അതുകൊണ്ട് അതിൻ്റെ ആധികാരികതയൊക്കെ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ച് കൃത്യമാക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഒരു കാര്യം ഇതിനകത്ത് സമ്മറൈസ് ചെയ്ത് പറയാം. അതായത് ഇപ്പോൾ ഈ കോഡ് എന്ന് പറയുന്ന വാക്ക്, ആ കോഡ് എന്ന് പറയുന്ന വാക്ക് കൊണ്ട് തൊഴിലാളികളെ മുഴുവൻ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള നറേഷൻ, അതൊരു വില കുറഞ്ഞ നറേഷനാണ്. അതൊരു നല്ല രീതിയിലുള്ളൊരു ജനാധിപത്യത്തിന് നല്ല നറേഷനല്ല. കാരണം ഇതിനകത്ത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. വേജ് കോഡ് നടപ്പിലാക്കുമ്പോൾ മിനിമം, ഇപ്പോൾ നമ്മൾ പറയുന്ന സാലറി കോഡ്, ഇപ്പോൾ സാലറി കോഡ് നടപ്പിലാക്കുമ്പോൾ അടിസ്ഥാന മിനിമം വേതനം ഇതാണ്, അതിന് മുകളിലേക്ക് വേതനം കൊടുക്കരുത് എന്ന് എവിടെയെങ്കിലും ചട്ടത്തിൽ പ്രത്യേകമായി പറയുന്നതായിട്ട് എൻ്റെ ശ്രദ്ധ, ഞാനിപ്പോൾ ഇരുന്ന് വായിച്ചത് അതാണ്. എവിടെയെങ്കിലും അതിന് മുകളിലേക്ക് കൊടുക്കാൻ പാടില്ല. പക്ഷേ ഒരു സംസ്ഥാനത്ത് എനിക്ക് ചിരിച്ചുപോയതാണ്. മധുര മനോജ്ഞം എന്ന് പറയുന്നത് പോലെ, അങ്ങനെ രാജ്യത്തെ ഏത് മുതലാളിയാണ് ഈ മിനിമം വേതനം നിശ്ചയിച്ചിട്ട് ഞങ്ങൾ അതിൽ കൂടുതൽ കൊടുക്കാം എന്ന് പറയുന്നത്? ഈ വേതനം കൃത്യമായി കിട്ടാത്തവരാണ് ഈ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് അങ്ങനെ എന്താ പലതരത്തിലുള്ള താല്പര്യങ്ങളും വരും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, 4 പേർക്ക് ഇടയിൽ ഒരാൾക്കാണ് സംസാരിക്കാൻ അവസരമുള്ളത്. ആ സംസാരിക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ കുറച്ച് നേരം ഒന്നും മിണ്ടാതിരുന്ന. അപ്പോൾ അതിനകത്ത് മിനിമം ഈ പറഞ്ഞു വെക്കാൻ ശ്രമിച്ച മോഹൻകുമാർ സാർ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് മുഴുവൻ ഈ വിലക്കപ്പുറത്ത് അല്ലെങ്കിൽ ഈ ഒരു മിനിമം വേജിന് അപ്പുറത്തേക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതിൽ മുകളിലേക്ക് പോകാൻ പാടില്ല, പക്ഷേ ഒരു സംസ്ഥാനത്തും അതിന് താഴേക്ക് പോകാൻ പാടില്ല എന്നുള്ള കർക്കശമായിട്ടുള്ളൊരു നിലപാട് കേന്ദ്ര സർക്കാരിനുണ്ട്. ആ നിലപാട് 1952 എടുത്ത നിലപാടിനേക്കാൾ കുറച്ചുകൂടി സ്വാഗതാർഹമായിട്ടുള്ള നിലപാടാണ് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്. ഇനി അതിൽ തന്നെ വേറൊരു, ഈ സാലറി കോഡിൽ തന്നെ മറ്റൊരു കാര്യമുണ്ട്, കൃത്യമായി തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കണം. കേരളത്തിലെ സാഹചര്യത്തിൽ നമ്മളെല്ലാം സംസാരിക്കേണ്ടതാണ്. KSRTCയിലെ തൊഴിലാളികൾ എത്ര കാലം ഈ പെൻഷനും അവരുടെ ശമ്പളത്തിനും വേണ്ടിയിട്ട് പിച്ചിട്ട് കൊടുക്കുന്ന ശമ്പളത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്തു എന്ന് കേരളത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ വേണമെങ്കിൽ നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. ഇനി അദ്ദേഹം പറഞ്ഞ തൊഴിലാളികൾക്ക് എന്ത് ബെനിഫിറ്റ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യം. തൊഴിലാളികൾക്ക് എന്താണ് ബെനിഫിറ്റ്? നമ്മളിപ്പോൾ ചെറുതായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ചെറിയ കാര്യങ്ങളിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ സ്ത്രീ
സ്ത്രീ സുരക്ഷയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഭയങ്കരമായ സ്ത്രീ സുരക്ഷ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ബില്ലിനകത്ത് വരുമ്പോൾ ഈ ബില്ലിനകത്ത് നമ്മൾ ഇത് ചെയ്യേണ്ടത് നൈറ്റ് ഷിഫ്റ്റ് വരണമെങ്കിൽ അവരുടെ സമ്മതം ഉണ്ടാകണം. നിയമപരമായി അവരുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ നൈറ്റ് ഷിഫ്റ്റ് അനുവദിക്കാൻ വേണ്ടി പാടുള്ളൂ. ഈ ബില്ലിലെ ഒരു വ്യവസ്ഥയാണ്. അതുപോലെ തന്നെ ഈ ബില്ലിനകത്ത് അവർ നൈറ്റ് ഷിഫ്റ്റിന് നിൽക്കുമ്പോൾ CCTV നിരീക്ഷണവും അവർക്ക് സുരക്ഷിതമായ ഗതാഗത സൗകര്യവും ഉടമസ്ഥൻ ഉറപ്പുവരുത്തണം. ഇത് ഈ ബില്ലിനകത്തുള്ള ഒരു കോണ്ടെക്സ്റ്റാണ്. ഇനി ഇതിനെല്ലാം അപ്പുറത്ത് ഡെലിവറി റൈഡർമാർ, ക്യാബിൻ ഡ്രൈവർമാർ, ഫ്രീലാൻസർമാർ, പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്നിവരെ ഉൾപ്പെടെയുള്ളവർക്കാണ് ഈ സേവനത്തിൽ അവരെ കൂടി ഈ നിയമത്തിൻ്റെ പരിരക്ഷയ്ക്കുള്ളിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഈ നിയമത്തിനകത്ത് നമുക്ക് ഗുണകരമായി പറയാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം. ഇനി തൊഴിലാളികളുടെ വാർഷിക അവധിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. അതൊന്നും CI2ൻ്റെ നേതാവ് പറഞ്ഞില്ല. അദ്ദേഹം പറയാത്തതുകൊണ്ടാണ് ഞാൻ പറയേണ്ടി വരുന്നത്. 180 ദിവസം ജോലി ചെയ്താലാണ് വാർഷിക അവധി കൊടുത്തുകൊണ്ടിരുന്നത്. 240 ദിവസം ജോലി ചെയ്താലാണ് വാർഷിക അവധി കൊടുത്തുകൊണ്ടിരുന്നത്. അത് 180 ദിവസമാക്കി ആ സ്ലാബിനെ കുറയ്ക്കുന്നു ഈ നിയമത്തിനകത്ത്. അതുപോലെ തന്നെ മുമ്പ് കരാർ മേഖലയിലുള്ള ആളുകൾക്കൊന്നും തന്നെ ഈ പറയുന്ന ഗ്രാറ്റുവിറ്റി മറ്റ് കാര്യങ്ങൾ കിട്ടണമെങ്കിൽ 5 വർഷം ജോലി ചെയ്താൽ മാത്രമാണ് അവർക്ക് കിട്ടിയിരുന്നത്. ഇപ്പോൾ അത് 1 വർഷമാക്കി ലഘൂകരിക്കുന്നു. ഈ വിഷയം അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ 1 വർഷം ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പോൾ പ്ലാറ്റ്ഫോം തൊഴിലാളികളടക്കം അസംഘടിത മേഖലയിൽ, പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ സ്വിഗ്ഗി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായിട്ടുള്ള അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ESIയും പ്രസവ അവധിയും അതുപോലെ പെൻഷനും ഒക്കെ കൊടുക്കണമെന്ന് ഈ നിയമത്തിനകത്ത് നിഷ്കർഷിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു നിയമം, അതായത് സാധാരണക്കാരനെ ഉൾപ്പെടെ സ്പർശിക്കുന്ന ഒരു നിയമം, ആ നിയമ ഭേദഗതി നടത്തിയ ഒരു സർക്കാർ, ആ സർക്കാരിനകത്ത് അവർക്ക് കൃത്യമായ നിലപാടുകൾ വെച്ചുകൊണ്ട് തന്നെയാണ്, അവർ കൃത്യമായി തൊഴിലാളി സംഘടനകളുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ആവലാതികൾ ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ഈ കോണ്ടക്സ്റ്റിനകത്ത് പറയാം. ഇത് ജനാധിപത്യ രാജ്യമാണ്, നിങ്ങൾക്ക് പറയാം. അതിന് കേൾക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ നാട്ടിനകത്തുണ്ട്. നിങ്ങൾക്ക് മറ്റ് നിലയിലുകളിലേക്ക് പോകാൻ. പക്ഷേ ഒരു സദുദ്ദേശപരമായിട്ടുള്ള എല്ലാ മേഖലയിലെയും സാധാരണക്കാരായിട്ടുള്ള, ഞാൻ എന്തുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത് ഇതിനകത്ത് CI2വിന് കൃത്യമായ എതിർപ്പുണ്ടാവും. കാരണം CI2വിന് എതിർപ്പുണ്ടാവുന്നത് CI2വിൻ്റെ തലപ്പത്തിരിക്കുന്ന പല നേതാക്കന്മാരും, ഞാൻ ഏത് നേതാവിനെ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പല നേതാക്കന്മാരും, നമുക്ക് മുമ്പ് ശർമ്മയുടെയൊക്കെ ഉദാഹരണമുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഒന്നും പറയാത്തത് എൻ്റെ രാഷ്ട്രീയ മാന്യത കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാർ പലരും ഉള്ളപ്പോൾ അവരെല്ലാം മുതലാളിത്ത ഒരു ദിവസം പോലും സ്വന്തം വേർപ്പുകൊണ്ട് അപ്പം ഉണ്ടവരല്ല. അങ്ങനെ സ്വന്തം വേർപ്പുകൊണ്ട് അപ്പം ഉണ്ടാത്തവൻ സ്വാഭാവികമായും തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലേക്ക് ഇരിക്കുമ്പോൾ അവർക്ക് ഒരു ദിവസം രാവിലെ 8 മണിക്കൂർ എന്നുള്ളത് 12 മണിക്കൂറും, ആഴ്ചയിൽ 50 മണിക്കൂർ എന്നുള്ളത് 125 മണിക്കൂർ ആക്കുന്നത് ഏത് തൊഴിലാളി സ്നേഹമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ കേരളത്തിലെ KSRTC എനിക്ക് മനസ്സിലായി. എനിക്കൊന്ന് കാട്ടിത്തരാമോ? ആ വേജ് കോഡിനകത്ത് എവിടെയാണ് 60 മണിക്കൂർ ആക്കിയത്? എനിക്കൊന്ന് കാട്ടിത്തരാം. ആഴ്ചയിൽ 60 മണിക്കൂർ എന്ന് പറഞ്ഞല്ലോ, അതെവിടെയാണ് കാട്ടി തന്നെ? അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോയത്. 8 മണിക്കൂർ എന്നുള്ള 12 മണിക്കൂർ, 8 മണിക്കൂർ എന്നുള്ള 8 മണിക്കൂർ എന്ന് താങ്കൾ പറഞ്ഞു. 8 മണിക്കൂർ 12 മണിക്കൂർ നിയമത്തിനകത്ത് ഒരു ദിവസം 12 അല്ല, ഞാൻ പറഞ്ഞു ഒരു ദിവസം 12 മണിക്കൂർ. ചോദ്യം ഇതാണ്, ഒരു ദിവസം 12 മണിക്കൂർ ആയാൽ എനിക്കുള്ള സമയമാണോ? മറുപടി പറയട്ടെ. 12 മണിക്കൂർ ഒരു ദിവസം ആണെങ്കിൽ ഒരാഴ്ച ദിവസം വരും. ഞാൻ അതാണ് പറഞ്ഞ സിജുവിനോട്, കണക്കറിയാമോ? അല്ലല്ല, എവിടെയാണ് ഈ വേജ് കോഡിനകത്ത് ഒരാഴ്ച? ബിജെപിയുടെ പ്രതിനിധി ബിജെപിയുടെ പ്രതിനിധി വാസ്തവത്തിൽ അദ്ദേഹം അസഹിഷ്ണുത കാണിക്കുകയാണ്. അദ്ദേഹം ആദ്യം ഒരു പരിഭവം പറഞ്ഞു 4 പേരുടെ ഇടയിൽ, കാരണം കൈരളിയുടെ ഈ റിപ്പോർട്ടർ, ഈ വാർത്ത നയിക്കുന്ന ആളടക്കം 4 പേരുടെ ഇടയിൽ ഞാൻ ഒരാൾ ഓരോന്നോരോന്നായി മറുപടി പറയാൻ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യ ഗവൺമെൻറ് തന്നെ BJP ആണ് ഭരിക്കുന്നത്, നിങ്ങളല്ലേ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്? അപ്പം ഞങ്ങളായി വാസ്തവത്തിൽ പ്രയാസപ്പെടുന്നത് ഇതിൻ്റെ എതിർപ്പുകൾ ബോധ്യപ്പെടുത്താൻ. നിങ്ങളെപ്പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അന്ധമായി മൂലധന ശക്തികൾക്ക് വേണ്ടി അവരുടെ ലാഭം അനിയന്ത്രിതമായി ഒഴുകാൻ
വഴിയുണ്ടാക്കാൻ വേണ്ടി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്കാണ് കൂടുതൽ സമയം തരേണ്ടത്. ഞാൻ ഓരോന്ന് പറയാം. അതിനു മുമ്പ് ആദ്യം ബഹുമാനപ്പെട്ട എൻ്റെ കോൺഗ്രസിൻ്റെ സുഹൃത്ത് INTUC നേതാവാണോന്ന് എനിക്കറിയില്ല, അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. കോൺഗ്രസ് നഖശികാന്ത് ഇതിനെ എതിർത്തിട്ടുണ്ട്, INTUC ശക്തമായി എതിർത്തിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയുന്നു, BJPയെ ഒറ്റയ്ക്ക് ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ, ഇടതുപക്ഷക്കാരോ ട്രേഡ് യൂണിയനുകൾ എന്നുള്ള നിലയിൽ മാത്രം വിചാരിച്ചാൽ കൈകാര്യം ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് കോൺഗ്രസിൻ്റെ കൂടി പിന്തുണ യഥാർത്ഥത്തിൽ ഈ ലേബർ കോഡ് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് പിൻവലിപ്പിക്കാൻ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ കോൺഗ്രസിനെ വല്ലാതെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുകയോ കോർണർ ചെയ്യുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഇടതുപക്ഷ MP-മാർ കേരളത്തിൽ നിന്ന് തന്നെ 19 പേര് പോയിട്ടുണ്ട്. ഇതേവരെ ഒരു കമൻറ്റ് 21-ാം തീയതി പ്രഖ്യാപിച്ച 25-ാം തീയതിയായി ഇതേവരെ ഒരു കമൻറ്റ് പാർലമെന്റിനകത്തോ പുറത്തോ, ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം ഇല്ല, പുറത്തോ ഇത് സംബന്ധിച്ച് പറയാൻ കോൺഗ്രസ് നിർഭാഗ്യവശാൽ തയ്യാറായിട്ടില്ല. എന്നാൽ INTUCയെ കേരളത്തിനകത്ത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ INTUC ഉണ്ട്. കേരളത്തിനകത്ത് INTUCയെയും STUവിനെയും ഇന്നുള്ള പൊതുസമര പ്രക്ഷോഭത്തിനകത്ത് അവരുണ്ടായിരുന്നതാണ്. ഇപ്പം അവരെ ചെവിക്ക് പിടിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റും കൂടി നിങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ഒരുമിച്ച് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ സെപ്പറേറ്റ് സമരം നടത്തുന്ന രീതിയാണ്. അങ്ങനെയാണെങ്കിലും INTUC പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളത് സമാധാനപരമായ കാര്യമാണ്. ഞാനത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. ഞാൻ തൊഴിലാളി സംഘടനകളെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളല്ല. BMSൽപ്പെട്ട തൊഴിലാളികളടക്കം BMSന്റെ നേതൃത്വത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു വഞ്ചനാപരമായിട്ടുള്ള സമീപനത്തിനെതിരെ പ്രതികരിക്കാൻ അതാത് യൂണിയനകത്ത് അവർ നിശ്ചയമായും അവരുടെ പോര് തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു നേട്ടവും ഈ കാര്യത്തിൽ ഉണ്ടാവാത്ത വിധത്തിലാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ശ്രീ നന്ദു ഇവിടെ വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ ആദ്യം BMSന്റെ നേതാവാണെന്ന് തെറ്റിദ്ധരിച്ചു. അതെൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ്. അദ്ദേഹം BJPയുടെ നേതാവാണ്. അദ്ദേഹം അത് തന്നെ പറയണം. BMSനും ഈ കാര്യത്തിൽ നേരത്തെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതാണ്. അവർ പല കാര്യങ്ങളിലും ഒബ്ജക്റ്റ് ചെയ്തിരുന്നു. ഇപ്പോഴും BMSന്റെ പ്രാദേശിക നേതാക്കന്മാർ പറയുന്ന 2 ലേബർ കോഡുകളെ നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്നവരുണ്ട്. കാരണം അവർക്കറിയാം അതിൻ്റെ അകത്തെ ബുദ്ധിമുട്ടുകൾ. എന്നിട്ടും നിങ്ങൾ BJPക്ക് വേണ്ടി ഇരുന്നിട്ട് ഇതിനെ ന്യായീകരിക്കുകയാണ്. BJP കൊണ്ടുവന്ന പാർലമെൻറ്റിനകത്ത് ചർച്ച ചെയ്യാത്തത്. നിങ്ങൾ നേരത്തെ ഒരു കാര്യം ചോദിച്ചു, എളമരം കരീം പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന്. എന്താ എളമരം കരീം പറഞ്ഞത്? ആ ഒക്കേഷനാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ ഒക്കേഷൻ പാർലമെന്ററി ജനാധിപത്യത്തെ അട്ടിമറിച്ചു എന്ന് പറഞ്ഞാൽ പാർലമെന്റിനകത്ത് ഈ ബില്ല് പാർലമെന്റ് അംഗങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്തിട്ട് അത് സംബന്ധിച്ചുള്ള ഡിസ്കഷന് 1 മണിക്കൂർ പോലും തയ്യാറായില്ല. ശബ്ദ വോട്ടോടുകൂടി അത് പാസ്സാക്കാൻ വേണ്ടി ധൃതി പിടിച്ച് 10 പാർലമെന്റ് മെമ്പർമാരെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയ സന്ദർഭമാണ്. അതിനു മുമ്പാണ് പറഞ്ഞത്, ആ സസ്പെൻഷന് മുമ്പാണ് അദ്ദേഹം എഴുന്നേറ്റെന്ന് പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ അംഗങ്ങളുടെ അഭിപ്രായ വോട്ടെടുക്കണം എന്ന് പറഞ്ഞു, ഇത് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെയാണ് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് അന്ന് വെങ്കയ്യ നായിഡു ഉപരാഷ്ട്രപതി പറഞ്ഞത് നിങ്ങളവിടെ ഇരിക്കൂ, ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, ഞങ്ങളിത് നടപ്പാക്കുമെന്ന് പറഞ്ഞത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ല നിങ്ങൾ തെറ്റിദ്ധാരണ വേണ്ട. അവിടെ ചർച്ച നടത്തി എന്നുള്ള നിലയിൽ പാർലമെന്റിന്റെ ഒരു രേഖയിലുമില്ല. ഗവൺമെന്റ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിനകത്താണ് ഇത് കൊണ്ടുവന്നത്. ഇനി ഫ്ലോർ ലെവൽ വേജസ് അദ്ദേഹം പറഞ്ഞു വേതനം എത്രമാത്രം കൂട്ടിക്കൊടുക്കാൻ കഴിയുമല്ലോ ആർക്കും. അതിന് BJPയുടെ ഔദാര്യം വേണ്ട, ഗവൺമെന്റ് ഔദാര്യം വേണ്ട. അതൊക്കെ ട്രേഡ് യൂണിയനുകൾ ഫൈറ്റ് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്ത്യ ഗവൺമെന്റും നീതി ആയോഗവും പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വേതനം കൊടുക്കുന്ന സ്റ്റേറ്റ് കേരളമാണെന്നാണ്. അതുകൊണ്ട് അത് BJPയുടെ തന്നെ മൂക്കിന് താഴെ, പ്രധാനമന്ത്രിയുടെ മൂക്കിന് താഴെയുള്ള നീതി ആയോഗിന്റെ ചെയർമാൻ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അവരുടെ സർവേ റിപ്പോർട്ട് ഇക്കാര്യത്തിലുണ്ട്. വേതനം സംബന്ധിച്ച് കേരളത്തിലാണ് ഹയസ്റ്റ് വേതനം ഉള്ളത് എന്നുള്ളത്. പക്ഷേ നേരത്തെ ഈ ഒരു അദ്ദേഹം പറഞ്ഞല്ലോ, ഈ ലേബർ കോഡ് എന്നുള്ളത് ആക്ട് എന്ന് പറയാതെ അത് റൂള് ഉണ്ടാക്കിക്കൊണ്ട് ലേബർ കോഡെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു യൂണിഫോം സ്റ്റാൻഡേർഡിൽ ഇന്ത്യയിൽ വന്നാൽ പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് ഈ തൊഴിൽ നിയമങ്ങൾ, ഈ 29 നിയമങ്ങളിൽ ഈ ലേബർ കോഡിൻ്റെ ഒരു കാര്യത്തെ സംബന്ധിച്ചും തീരുമാനിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ ചട്ടം ആവിഷ്കരിക്കുമ്പോൾ 1000 രൂപ ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷന് ഫീസ് ഉള്ളത് പുതിയ ലേബർ കോഡിൽ 3000 വേണമെന്ന് പറയുന്നുണ്ട്. അത് കേരളത്തിൽ ചിലപ്പോൾ 1000 തന്നെയായിട്ട് നിലനിർത്താൻ കഴിഞ്ഞേക്കാം. ട്രേഡ് യൂണിയനുകൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ ലേബർ മിനിസ്റ്ററോട് ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ചില കാര്യങ്ങൾ നടപ്പാക്കാമെന്നുള്ളതല്ലാതെ കോഡ് പാസ്സായി ഗവൺമെൻറ് വിജ്ഞാപനം ഇറക്കി ഗവൺമെൻറ് ഫുൾ ഫ്ലഡ്ജായിട്ടുള്ള റൂള് കൊണ്ടുവന്നിട്ടില്ല. അതിനെയും ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഇടയിലെങ്കിലും തൊഴിലാളി സംഘടനകളുമായിട്ട് ചർച്ച ചെയ്ത് മുതലാളിമാർക്ക് വേണ്ടിയല്ല ട്രേഡ് യൂണിയൻ നിയമം, തൊഴിലാളികൾക്ക് വേണ്ടിയാണ്. ഇതിനകത്ത് പറയുന്നത് പ്രധാനമായും മുതലാളിമാർക്ക് വേണ്ടി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളും പറഞ്ഞല്ലോ, ഒരു സ്ഥാപനം അടച്ചുപൂട്ടാതിരിക്കാൻ തൊഴിലാളി സംഘടനകൾ CIT-കാരും AITC-കാരും അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. നന്ദുവിനറിയാമോ, എറണാകുളം ജില്ലയിൽ ഞാൻ പ്രവർത്തിക്കുന്നിടത്ത് ലോകോത്തരമായി ഈ ഈ നാച്ചുറൽ എക്സ്ട്രാക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വലിയൊരു കമ്പനിയാണ് അർജുന എക്സ്ട്രാക്ഷൻസ്.
BMSന്റെ ആ കമ്പനി അടച്ചുപൂട്ടിക്കാൻ വേണ്ടി BMS എന്നുള്ള ട്രേഡ് യൂണിയനെ അംഗീകരിക്കാത്തതുകൊണ്ട് ആ കമ്പനി അടച്ചുപൂട്ടാൻ വേണ്ടി BMS അവിടെ സമരപന്തൽ ഇപ്പോഴും അഴിച്ചു മാറ്റിയിട്ടില്ല. 1.5 കൊല്ലമായി ആ സമരം നടക്കുന്നു. മനസ്സിലായോ? അതെല്ലാം നിങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ എവിടെയും അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിട്ടില്ല. HNL അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിട്ട് കേരള ഗവൺമെന്റ് കേരള പേപ്പർ പ്രൊഡക്റ്റ് കമ്പനി എന്ന് പറഞ്ഞ് അതിനെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഇതുപോലെ എത്ര ഉദാഹരണങ്ങൾ സമയമുണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അതുകൊണ്ട് ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ ആ കാര്യത്തിലൊക്കെ ശക്തമായി നിലപാടെടുക്കുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് വരുന്നതിനോ മാറ്റം വരുന്നതിനോ പുരോഗതി ഉണ്ടാവുന്നതിനൊന്നും ഒരു ട്രേഡ് യൂണിയനും എതിരല്ല. പക്ഷേ വർഷങ്ങളായി തൊഴിലാളി സംഘടനകൾ വിലപേശി വാങ്ങിയിട്ടുള്ള ചില അവകാശങ്ങൾ മുതലാളിമാർക്ക് വേണ്ടി അവർ 70 മണിക്കൂറാക്കണം, 90 മണിക്കൂറാക്കണം ആഴ്ചയിലെന്ന് പറയുമ്പോൾ ഉടനെ 48 മണിക്കൂർ എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് ഓവർ ടൈം പോലും ഇല്ലാത്ത വിധത്തിൽ 12 മണിക്കൂറാകാം. സ്ത്രീകൾക്ക് നിങ്ങൾ പറഞ്ഞല്ലോ, സ്ത്രീകൾക്ക് 10 മണി വരെ ജോലി ചെയ്യാൻ നിലവിലുള്ള നിയമത്തിൽ അനുവാദമുണ്ട്. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പറഞ്ഞിരിക്കുന്നു അവിടെ അവരുടെ അനുവാദം വേണമെന്നാണ്. അനുവാദം അല്ലെങ്കിലും വേണം, അനുവാദം അല്ലെങ്കിലും കൊടുക്കണം. ആ അനുവാദം മാറ്റിയിട്ട് 10 മണി വരെ എന്നുള്ളത് ഇപ്പോൾ 24 മണിക്കൂർ അനുവാദം കൊടുത്തിരിക്കുക. 24 മണിക്കൂർ ഇപ്പോൾ അനുവാദം കൊടുത്തിരിക്കുക. സ്ത്രീകൾ എന്ത് സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് കൊടുക്കാൻ പോകുന്നത്? ശ്രീ റോണി കെ ബേബി, ഒരുപക്ഷെ നേരത്തെ KN ഗോപിനാഥ് ഈ വിഷയത്തിൽ, ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് പാർലമെന്റിലടക്കം കോൺഗ്രസ് എടുത്ത നിലപാടുകളെക്കുറിച്ച് ഇനി ഒരു പോസ്റ്റ്മോർട്ടത്തിന് മുതിരുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഇന്ന് സംസ്ഥാന സർക്കാർ തൊഴിൽ മന്ത്രി ശിവൻകുട്ടി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ. ഈ കോഡ് ഇവിടെ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന നിലപാടും എടുത്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ കൃത്യമായ നിലപാടെടുത്തു. കാരണം ഇതൊരു കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണല്ലോ തൊഴിലെന്ന് പറയുന്നത്. ഇത് പല വിഷയങ്ങളിലും കോൺഗ്രസ് എടുത്ത ചില നിലപാടുകളുണ്ട്. കേരളത്തിലാകുമ്പോൾ ഇത് പറ്റില്ല എന്നും കേരളത്തിന് പുറത്ത് ആകാമെന്നും എടുത്ത നിലപാടുകൾ ഇവിടെ വലിയൊരു സമരമുഖം തുറക്കുകയാണ്. സംസ്ഥാന സർക്കാരുണ്ട്, കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുന്നത്? INTC-ക്കൊപ്പം ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുമോ എന്നുള്ള ചോദ്യം കൂടി KN ഗോപിനാഥ് താങ്കളോട് ചോദിച്ചിട്ടുണ്ട്. ഏകാധിപത്യ രാജ്യങ്ങളും ഒക്കെ പറയുന്നത് പോലെ നാവടക്കൂ പണിയെടുക്കൂ. അതിന്റെ ഭാഗമാണ് ഈ ഇപ്പോൾ നടപ്പാക്കുന്ന ലേബർ കോഡുകൾ എന്നതിന്റെ കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല. ഇപ്പൊ നമുക്കിപ്പോൾ വന്നൊരു ചെറിയ അഭിപ്രായ വ്യത്യാസം. കോൺഗ്രസ് എന്ത് നിലപാടുകൾ സ്വീകരിക്കുന്നു, CPM എന്ത് നിലപാട് സ്വീകരിക്കുന്നു. കോൺഗ്രസിനെതിരെ വിമർശനങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ എനിക്ക് ഒരു കാര്യം തിരിച്ചു ചോദിക്കാനുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട തൊഴിൽ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു കേരളത്തിൽ നടപ്പാകില്ല. പക്ഷെ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മന്ത്രിയുടെ വകുപ്പിൽ തന്നെയാണ് 2021 ഡിസംബർ 14 കേന്ദ്ര സർക്കാർ ഈ കോഡുകൾ കൊണ്ടുവന്നപ്പോൾ തന്നെ അതിനുവേണ്ടി ചട്ടങ്ങൾ ഉണ്ടാക്കി, അല്ലെ കരട് ചട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇന്ത്യയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും കരട് ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2021 ഡിസംബർ മാസം 14 കേരള കോഡ് ഓൺ വേജസ് റൂൾസ് 2021 അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയോ? കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തൊഴിൽ ചട്ടങ്ങളുടെ തൊഴിൽ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ ഏറ്റവും വലിയ തൊഴിലാളി വർഗ സർക്കാർ ഭരിക്കുന്ന CPM-ന്റെ CPM-ന്റെ മുഴുവൻ നേതാക്കൾ എടുത്താലും അവരെല്ലാം തൊഴിലാളി വർഗ നേതാക്കളാണ്. അവർ ഭരിക്കുന്നത്. ഞാൻ ഏതൊക്കെയാലും ഇത് CPM അറിഞ്ഞുകൊണ്ടാണ് എന്ന് ഞാനിവിടെ ആരോപിക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപക്ഷെ ചില ഉദ്യോഗസ്ഥന്മാര് ഇത് കേന്ദ്ര സർക്കാരിന്റെ അജണ്ട ഇവിടെ നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചതായിരിക്കും. ഇപ്പോൾ കോൺഗ്രസ് കൃത്യമായ നിലപാടുണ്ട്. 2022 അന്ന് അടൽ ബിഹാരി വാജ്പേയി സർക്കാർ ഇന്ന് കാണുന്ന തൊഴിൽ നിയമങ്ങളുടെ ഒരു ചുവടുപടിയായി ചില അന്ന് നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ടായി. പിന്നീട് വന്ന മൻമോഹൻ സിംഗ് സർക്കാർ ആ നിയമങ്ങളെല്ലാം റദ്ദാക്കി, തൊഴിലാളി വർഗത്തിന് വിരുദ്ധമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കോൺഗ്രസ് ഇതിന്റെ അകത്തും BJP ആക്രമിക്കുന്നവരും കോൺഗ്രസിനെ ആക്രമിക്കുകയല്ല ചെയ്യേണ്ടത്. കാരണം ഇതിന്റെ അകത്ത് ഇന്ന് ഈ രാജ്യത്തുള്ള ഇതിന്റെ അകത്ത് കോൺഗ്രസ് എന്നോ CPM എന്നോ എന്നുള്ളതല്ല. കാരണം എത്രയോ ഐതിഹാസികമായിട്ടുള്ള അത് തന്നെയാണ്. ഇത് കോൺഗ്രസ് എന്നോ CPM എന്നോ ഉള്ള പ്രശ്നമല്ല. ലോകമെമ്പാടുമുള്ള രാജ്യമെമ്പാടുള്ള തൊഴിലാളികളുടെ പ്രശ്നമാണ്. തൊഴിലാളികൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. നേരത്തെ ഒരുപക്ഷെ ശ്രീ KN ഗോപിനാഥ് ഈ വിഷയം എനിക്കറിയാമായിരുന്നു, സ്വാഭാവികമായിട്ട് തന്നെ ആ വിഷയത്തിലേക്ക് കൊണ്ടുവന്നാണ്. റോണി കെ ബേബിക്ക് പറയാൻ കഴിയും. കാരണം ഈ ചട്ടവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഇപ്പോൾ മനോരമ പത്രം എന്ന് കൊണ്ടുവരികയും ചെയ്തല്ലോ. അതിന് കൃത്യമായൊരു മറുപടി എനിക്ക് വന്ന് ശിവൻകുട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായൊരു ചട്ടം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു ചട്ടം സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഉദ്യോഗസ്ഥർ അത് പരിശോധിച്ചിട്ടുണ്ട്. അതിനുശേഷം എന്ത് നിലപാടെടുത്തു എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് സംബന്ധിച്ച് താങ്കൾക്ക് മറുപടി പറയാം ശ്രീ KN ഗോപിനാഥ്. അല്ല, ഞാൻ മനോരമ കാണാത്തൊരു പോയിന്റ് ഉണ്ട്. ഈ ലേബർ കോഡ് ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം നടപ്പാക്കാൻ ധൃതി പിടിച്ച് വിജ്ഞാപനം ഇറക്കിയ ഇതിനു മുമ്പ് വളരെ സൂത്രത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഇങ്ങനൊരു ആഹ്ലാദപരമായ വിജയം കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ലല്ലോ. അതുകൊണ്ട് ആ ലേബർ കോഡ് കഴിഞ്ഞ പാർലമെന്റിൽ BJPക്ക് ഏതാണ്ട് 50-ലധികം വരുന്ന സീറ്റുകൾ നഷ്ടപ്പെട്ടു ഹൃദയഭൂമിയിൽ, UP-യിൽ, ഗുജറാത്തിൽ, ബീഹാറിൽ. അതുകൊണ്ട് അവർ തൽക്കാലം നടപ്പാക്കണ്ടെന്ന് തീരുമാനിച്ചു. എന്നിട്ട് ഇതിൻ്റെ ക്ലോസുകൾ
സൂത്രത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ പെടലിക്ക് വെച്ചിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെ കൊണ്ട് നടപ്പാക്കാൻ ശ്രമിച്ചു. കേരള ചീഫ് സെക്രട്ടറിയെ, അത് മനോരമയ്ക്ക് കിട്ടിയിട്ടില്ല വാർത്ത, കേരള ചീഫ് സെക്രട്ടറി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിൻ്റെ പ്രതിനിധികൾ വന്ന് എല്ലാ സ്റ്റേറ്റുകൾക്കും കൊടുത്ത പോലെ കേരളത്തിൽ നടപ്പാക്കണം എന്ന് പറഞ്ഞു. കേരളത്തിലെ തൊഴിൽ മന്ത്രി എന്ത് പറഞ്ഞു? കേരളത്തിലെ തൊഴിൽ മന്ത്രി പറഞ്ഞു അങ്ങനെ ചീഫ് സെക്രട്ടറി ഈ കാര്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ ട്രേഡ് യൂണിയനുകളെ വിളിച്ചിട്ട് സംസാരിച്ചു. അതിൽ INTUC-യുടെ നേതാവ് ചന്ദ്രശേഖരൻ, ജോസഫ് തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു, AITUC-യുടെ ഉണ്ടായിരുന്നു, CIT-ൻ്റെ എളമര കരീം, TP രാമകൃഷ്ണൻ, ഞാനടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. അന്ന് ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തു, അങ്ങനെ സൂത്രത്തിൽ ഇത് നടപ്പാക്കേണ്ട കാര്യമില്ല, കേന്ദ്രം ചട്ടം ആവിഷ്കരിക്കുന്നവർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ മാറ്റം വരുത്തി സ്റ്റേറ്റ് ഗവൺമെൻറ് അധികാരത്തോടുകൂടി നമുക്ക് ചെയ്യാൻ കഴിയുക, അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിക്കുക എന്നുള്ള തീരുമാനിച്ച് പെൻഡിങ്ങിൽ വെച്ചു. ഇത് മനോരമയ്ക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് മനോരമ ചെയ്യാത്തത്. ഞാനൊരു മനോരമയ്ക്ക് മറുപടി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ MRF എന്ന് പറയുന്ന സ്ഥാപനം മനോരമ കുടുംബത്തിൻ്റെയാണ്. അവിടെ ഈ കേന്ദ്ര ലേബർ കോഡ് അങ്ങനെ തന്നെ നടപ്പാക്കുമോ? ഏതാണ്ട് കേരളത്തിലെ ഗവൺമെൻറ് ഒരു മോശം കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് മനോരമ വലിയ വാർത്ത ഇന്ന് ഹെഡ്ലൈനിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായതുകൊണ്ട് കൊടുത്തേക്കണമല്ലോ, PM ശ്രീ പദ്ധതിയെയും കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട്. അങ്ങനെയൊന്നുമില്ല. PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ച് ഗവൺമെൻറ് ഇപ്പോൾ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ധൃതി പിടിച്ചു വേണ്ട. CPI അതിനകത്തൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലോചിക്കണം. സിലബസ് നടപ്പാക്കില്ല, നമുക്ക് ആ പൈസ വാങ്ങിയെടുക്കലാണ്. കേന്ദ്ര ഗവൺമെൻറ് ലൈഫ് മിഷൻ ആണെങ്കിലും NHM-നാണെങ്കിലും എല്ലാത്തിനും മഞ്ഞ കളറടിക്കണം, കാവി കളറടിക്കണം, നരേന്ദ്രമോദിയുടെ പടം വയ്ക്കണം, പ്രധാനമന്ത്രിയുടെ പടം വയ്ക്കണം, ലോഗോ വയ്ക്കണം, ഇനി RSS-ൻ്റെ കാര്യാലയത്തിൻ്റെ മുദ്ര വയ്ക്കണമെന്ന് നാളെ പറയാൻ പറ്റുമെന്നറിയില്ല, മോഹൻ ഭഗവത്തിൻ്റെ ഇത് പറയാമെന്നറിയില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കേരളത്തെ മൂക്കുകൊണ്ട് ഷാവരപ്പിക്കുമ്പോൾ കേരളത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, അത് നമുക്ക് ഫെഡറൽ സംവിധാനം എന്നുള്ള അടിസ്ഥാനത്തിൽ ഭരണഘടനാപരമായി കേരളത്തിന്റെ ബാധ്യതകൾ നിറവേറ്റാൻ ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെ മുഖം തിരിഞ്ഞു നിന്നാൽ എന്തെല്ലാം ഫൈറ്റ് ചെയ്യണം എന്നുള്ള ആലോചിച്ച കൂട്ടത്തിലാണ് ആ പ്രശ്നം വിവാദമായത്. ഇവിടെ എന്താ സംഭവിച്ചത്? 2021-ൽ ഈ കോവിഡ് കാലത്ത് സൂത്രത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ ചർച്ച പോലും ചെയ്യാതെ ഇത് പാസ്സാക്കിയെടുത്തത്. ഓർഡിനൻസുകൾ ഇറക്കുകയായിരുന്നു ചെയ്തത്. അത് പാസ്സാക്കാൻ തീരുമാനിച്ച രാജ്യസഭയിൽ വന്നപ്പോഴാണ് അതിനെതിരെ വോട്ട് വേണമെന്നുള്ള ശബ്ദം ഉയർത്തിക്കൊണ്ടുവന്നു. പക്ഷേ അവർ ശബ്ദ വോട്ടോടുകൂടി പാസ്സാക്കി. ഇനി അത് കഴിഞ്ഞപ്പോൾ ആ സന്ദർഭത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ പോലെ കേരളത്തിനകത്തും നിർദ്ദേശം വന്നു. കേരളത്തിലെ ലേബർ സെക്രട്ടറി, അന്നത്തെ ലേബർ അന്ന് എനിക്ക് തോന്നുന്നു മിനി ആന്റണി മാഡമാണ് ലേബർ സെക്രട്ടറി ആയിരുന്നു 2021-ൽ. അവരുടെ നേതൃത്വത്തിൽ എല്ലാ ട്രേഡ് യൂണിയനുകളെയും വിളിച്ചു. ഒരു കരട് നിർദ്ദേശം അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഈ വന്നിരിക്കുന്നത്, ഒരു കരട് നിർദ്ദേശം. അവിടെ ട്രേഡ് യൂണിയനുകളുമായിട്ട് ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നൊരു തീരുമാനമെടുത്തു, ഈ കരട് നമ്മളിപ്പോൾ നടപ്പാക്കേണ്ടതില്ല, അത് മാറ്റിവെക്കുക. അതുകൊണ്ട് കേരളത്തിനകത്ത് ഇപ്പൊ ചട്ടം ധൃതി പിടിച്ച് നടപ്പാക്കേണ്ടതെന്ന് INTUC, CITU, AITUC അതിൽ ഭരണവിലാസമോ പ്രതിപക്ഷ വിലാസമോ ഒന്നുമില്ല. സംശയത്തിന് താങ്കൾക്ക് മറുപടി കൊടുക്കാൻ കഴിയും. എല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചു, അതവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. സമയപരിമിതിയുണ്ട് ശ്രീ കെ. ഗോപിനാഥ്. ശ്രീ S. മോഹൻകുമാർ, ഒരുപക്ഷെ നേരത്തെ ആ താങ്കളോട് ചോദിച്ച ചോദ്യം അതിൻ്റെ പരിപൂർണമായ വിഷയത്തിലേക്ക് വരികയും ചെയ്തില്ല. ഇവിടെ നന്ദു ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്, നന്ദു പറഞ്ഞത് ഇത് രാജ്യത്തെ തൊഴിലാളികൾക്ക് ഗുണകരമാകുന്ന ഏറ്റവും നല്ല കോഡാണെന്നുള്ള അർത്ഥത്തിലാണ്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് SBI റിസർച്ച് എന്ന് പറയുന്നൊരു സ്ഥാപനം പറഞ്ഞിരിക്കുന്നത് 72,000 കോടിയുടെ ഉപഭോക്തൃ നിക്ഷേപം അടക്കം വരാൻ പോകുന്ന തരത്തിലൊക്കെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഈ തൊഴിലാളികൾക്ക് ഗുണകരമാണോ ഈ കോഡ്, അതോ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്കാണോ ഗുണം? വളരെ ചുരുങ്ങിയ വാക്കുകൾക്ക് താങ്കൾക്ക് മറുപടി പറയാം. നോക്കൂ, ഇവിടെ ഇത് തൊഴിലാളികൾക്ക് ഗുണകരമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. അല്ലെങ്കിൽ എന്തുകൊണ്ട് ലേബർ കോഡ് എന്നുള്ളതിന് പകരം എംപ്ലോയി കോഡെന്നോ എംപ്ലോയർ വർക്കർ കോഡെന്നോ ആക്കിയില്ല ഇതിന്? ഒന്നാമത്തെ കാര്യം, ഈ ലേബർ കോഡിന്റെ ദൂരവ്യാപകമായ ഇഫക്റ്റ് എന്ന് പറയുന്നത് അഗ്നിവീർ പോലെ നമ്മുടെ ഡിഫൻസ് ഫോഴ്സിലേക്ക് ചെറുപ്പക്കാരെ ഇനി റിക്രൂട്ട് ചെയ്യുന്നത് പോലെ 3-4 വർഷത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു വലിയ തൊഴിൽ കമ്പോളമായി ഇന്ത്യയിലെ തൊഴിൽ കമ്പോളം ഏകദേശം 50 കോടി ജനങ്ങളോളം കാർഷിക മേഖല ഉൾപ്പെടെ ജോലി ചെയ്യുന്ന ആളുകൾ 1 വർഷത്തെ പോലും തൊഴിൽ സുരക്ഷിതത്വം ഇല്ലാത്ത, ഇനി പബ്ലിക് സർവീസ് കമ്മീഷൻ, സംസ്ഥാനങ്ങളുടെ പബ്ലിക് സർവീസ് കമ്മീഷനും യൂണിയൻ ഗവൺമെന്റ് UPSC ഉൾപ്പെടെയുള്ള സിവിൽ സർവീസിലേക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നത് 1 വർഷത്തേക്കാവും. ഇപ്പോൾ ഈ ഗവൺമെന്റ് ഈ നയത്തിന്റെ ഭാഗമായി പറയുന്നത്, ഇപ്പോൾ ഇതിന്റെ ഒരു നേട്ടമായി പറയുന്നത്, ഇതുവരെ 5 വർഷമാണ് ഗ്രാറ്റുവിറ്റിക്ക് വേണ്ടിയിരുന്നത് ഒരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ ഒരു തൊഴിലാളിക്ക്. ഇനി അത് 1 വർഷം കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് പറയുന്നത്. എന്നാൽ ഈ 1 വർഷം വരെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് 1 വർഷത്തേക്ക് 12 മാസത്തേക്ക് കൊടുക്കുമെന്ന് എന്താണ് ഉറപ്പ്? 11 മാസത്തേക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്തിട്ട് 12ാമത്തെ മാസത്തിൽ അത് പുതുക്കിയാൽ അയാൾക്ക് 1 വർഷം തികയില്ലല്ലോ. അപ്പം ഗ്രാറ്റുവിറ്റി കൊടുക്കണ്ട.
ഇത് നടപ്പിലാക്കുന്നോ എന്നുണ്ടോന്നറിയാൻ ഇന്നൊരു സിസ്റ്റം ഉണ്ട് ഇന്ത്യയിൽ. അത് ഈ എല്ലാ സംസ്ഥാനങ്ങൾക്കും അതായത് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. ലേബർ തൊഴിൽ വിരുദ്ധ നിലപാടുകൾ എടുക്കുന്നില്ല എന്ന് പരിശോധിക്കുന്ന ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. ആ ഇൻസ്പെക്ടേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റിനെ റീനെയിം ചെയ്തിട്ട് ഇൻസ്പെക്ടേഴ്സ് കം ഫെസിലിറ്റേറ്റേഴ്സ് ആക്കി. അവർ മുതലാളിമാരുടെ ഫെസിലിറ്റേറ്റേഴ്സ് ആയി. ഇനി ഈ ഇൻസ്പെക്ടേഴ്സിന് നേരിട്ട് തുടരാം, താങ്കൾക്ക് തുടരാം. വളരെ ചുരുക്കി പറയാം, സമയപരിമിതിയുണ്ട്. വളരെ ചുരുക്കി. ഇൻസ്പെക്ടേഴ്സിന് നേരിട്ട് ഒരു തൊഴിൽ സ്ഥാപനത്തിലും കയറി ചെല്ലാൻ പറ്റില്ല. അതിന് സംസ്ഥാന ഗവൺമെന്റ് പെർമിഷൻ, അനുമതി നേരത്തെ നേടണമെന്നാണ് പറയുന്നത്. ഇത് മറ്റ് ഒരു കാരണവശാലും ഇനി ഇത്തരത്തിൽ ഇവിടെ നടപ്പിലാക്കുമോ എന്നറിയില്ല. ഇനി ഇത് എംപ്ലോയിക്ക് വേണ്ടിയാണോ, തൊഴിലാളികൾക്ക് വേണ്ടിയാണോ, മുതലാളിക്ക് വേണ്ടിയാണോ എന്നറിയാൻ ഒരു കാര്യം പരിശോധിച്ചാൽ മതി. നമ്മുടെ ഇപ്പോൾ PF ഉണ്ടല്ലോ, ഈ പ്രോവിഡന്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ, അതായത് ഒരു സ്ഥാപനത്തിൽ ഒരാളിന് കിട്ടുന്ന വേതനത്തിന്റെ 12% തൊഴിലാളി നിക്ഷേപിക്കണം. എംപ്ലോയർ, ആ സ്ഥാപന ഉടമ അയാൾ തൊഴിലാളിക്ക് കൊടുത്ത വേതനത്തിന്റെ 12% നിക്ഷേപിച്ച് 24% ആ തൊഴിലാളി പിരിഞ്ഞു പോകുമ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ട് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനെ 12-ൽ നിന്ന് 10 ആക്കി കുറച്ചു കൊടുത്തു. 10 ആക്കി കുറച്ചു എന്ന് മാത്രമല്ല, മുതലാളി ഇടേണ്ട, തൊഴിലുടമ ഇടേണ്ട തുക എന്ന് പറയുന്നത് ഡിയർനെസ് അലവൻസ് പ്ലസ് അയാളുടെ ബേസിക് പേ ആണ്. അയാളുടെ ഹൗസ് റെന്റ് അലവൻസ്, മറ്റുള്ള മറ്റുള്ള മെഡിക്കൽ അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ഉണ്ടെങ്കിൽ അത്, മറ്റ് എക്സ്ട്രാ പേകൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം പേയ്മെന്റ് എന്ന് പറയുന്ന സാലറി എന്ന് പറയുന്ന നിർവചനത്തിൽ നിന്ന് മാറ്റി. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമായില്ല ഇത് ആർക്ക് വേണ്ടിയുള്ളതാണെന്ന്. ഇനി മറ്റൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തോന്നുന്നത്, ഇത് ആഗോളതലത്തിൽ തന്നെ ഇൻഫോസിസിന്റെ ഫൗണ്ടർ നാരായണമൂർത്തി 2013 ഒരു ഫോർമുല ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് വേണ്ടി വച്ചിരുന്നു. 996. അതായത് രാവിലെ 9 മുതൽ വൈകുന്നേരം 9 മണി വരെ 6 ദിവസവും ജോലി ചെയ്താലേ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ബിൽഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഒരു മുദ്രാവാക്യം പോലെ ഒരു ഫോർമുല മുന്നോട്ട് വച്ചിരുന്നു. ആ ഫോർമുല വളരെ വിമർശനത്തിന് വിധേയമായെങ്കിലും അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണിത്. ഇവിടെ സംഭവിക്കുന്നത് ശരിയാണ് ശ്രീ മോഹൻകുമാർ, താങ്കൾ പറഞ്ഞു. ഒരുപക്ഷെ നന്ദുവിന് ഇത് മറുപടി പറയാനുള്ള സമയപരിമിതിയുണ്ട്. ഒരുപക്ഷെ നന്ദു, അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ അഗ്നിവീറിൻ്റെ അടക്കം പ്രശ്നമുണ്ട്. സ്ഥിരം തൊഴിൽ എന്ന് പറയുന്ന ഒരു പരിപാടി ഇനി രാജ്യത്ത് നടക്കാൻ പോകുന്നില്ല. എല്ലാം കരാർ തൊഴിലാളികളായി മാറുകയാണ്. ഈ PF-ൻ്റെ അടക്കം വിഷയം ഉന്നയിച്ചത് വളരെ ശരിയായ വസ്തുതയാണ്. ഇനി ഈ ശമ്പളം എന്ന് പറയുന്നത് പോലും മാസം കൈ കിട്ടുന്നത് വളരെ ചെറുതുകയായി മാറുകയാണ്. നന്ദു, ഏതായാലും അതിനെക്കുറിച്ച് കൂടുതൽ നന്ദു അടക്കം പഠിക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ ലേബർ കോഡ് എന്ന് പറയുന്നത് രാജ്യത്തെ ജനങ്ങളെ കൂടുതൽ അടിമകളാക്കാനും തൊഴിലവകാശം കവരാനും തന്നെയാണെന്നുള്ളതാണ് പ്രാഥമികമായി തന്നെ മനസ്സിലായിട്ടുള്ളത്. ഏതായാലും രാജ്യത്തെ എല്ലാ തൊഴിലാളി സംഘടനകളും അതുമായി ബന്ധപ്പെട്ട സമരമുഖത്താണ്. BMS അടക്കം ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നെങ്കിലും പിന്നീട് കേന്ദ്ര സർക്കാരിന് വഴങ്ങി അതിനോടൊപ്പം ചേരുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പക്ഷേ വരും സമയങ്ങളിൽ ഈ BMS-ന് തന്നെ നിലപാട് മാറ്റേണ്ടി വരും. തൊഴിലാളികൾ അത്രയധികം പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത KN ഗോപിനാഥ്, റോണി K. ബേബി, നന്ദു S. മോഹൻകുമാർ. ഇതോടുകൂടി ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ സമാപിക്കുകയാണ്.